നമസ്കാരം. FB പോസ്റ്റ് പിൻവലിച്ചെങ്കിലും സുരേഷ് ഗോപിക്ക് വേണ്ടി VIP-കളെ ഇറക്കി കലാമണ്ഡലം ഗോപി ആശാനെ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്ന മകന്റെ ആരോപണം നിന്ന് കത്തുകയാണ്. പുരസ്കാരങ്ങളുടെ പേര് പറഞ്ഞ് ഇടനില നിന്ന വിശിഷ്ട ഡോക്ടറുടെ സേവനം ആരുടെ കുറിപ്പടി അനുസരിച്ചാണെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. എനിക്ക് യാതൊരു സ്ട്രാറ്റജൈസ്ഡ് ഓപ്പറേഷൻസും ഇല്ല ഈ ഇലക്ഷനിൽ. ഞാൻ നേരെ ജനങ്ങളിലേക്കാണ്. പാർട്ടി ജില്ലാ പ്രസിഡന്റാണ് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി ആ മണ്ഡലത്തിലെ വ്യക്തികളെ കാണുന്നത്. എപ്പോൾ കണ്ടാലും ഒരു ഗുരുവിനെ കണ്ട് വണങ്ങുന്നത് പോലെ, തൊട്ട് വണങ്ങുന്നത് പോലെ വണങ്ങിയിട്ടുണ്ട്. ഇനിയും അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്കറിയത്തില്ല ഇപ്പോഴും ഇത് അദ്ദേഹത്തിൻ്റെ മനസ്സാണോ, അദ്ദേഹം അറിയിച്ചതാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഓരോ വിഭാഗവും ഓരോരുത്തരെയും കണ്ട് അവരുടെ ഭാഗമാക്കി മാറ്റാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ആ ശ്രമം നടത്തിയാൽ ആ ശ്രമത്തിന് വിധേയപ്പെടുക എന്നുള്ളതാണല്ലോ പല സ്ഥലത്തും കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രം. അത് കേരളത്തിൽ അത്രത്തോളം ഇല്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഗോപി ആശാന്റെ മകന്റെ പോസ്റ്റിലൂടെ മനസ്സിലാകുന്നു. യുദ്ധത്തിലും പ്രണയത്തിലും അടവേതും പയറ്റാം എന്ന് പറയുമെങ്കിലും തൃശൂരിൽ ആശാന് മുന്നിൽ അടിപിഴയ്ക്കുന്നതാണോ നമ്മൾ കണ്ടത്? എൻകൗണ്ടർ പരിശോധിക്കുന്നു. സ്വാഗതം. CPM-ലെ ശ്രീ A. റഹീം MP, BJP-യിലെ ശ്രീ B. ഗോപാലകൃഷ്ണൻ, കോൺഗ്രസിലെ ശ്രീ അബിൻ വർക്കി, സാമൂഹ്യ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ M. N. കാരശ്ശേരി എന്നിവർ ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ശ്രീ A. റഹീം, കലാമണ്ഡലം ഗോപി ആശാനെ അനുഗ്രഹം തേടി കാണാൻ സമയം ചോദിച്ച സംഭവവും അതിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് മകൻ രഘു ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റും ഒരു ആഘോഷമാക്കി മാറ്റിയത് CPIM ആണ്. നമുക്കറിയാം, കലാമണ്ഡലം ഗോപി ആശാനെ പോലുള്ള വിശിഷ്ട വ്യക്തികൾ നാടിൻ്റെ പൊതുസ്വത്താണ്. അങ്ങനെയുള്ളവരെ ഒരു തിരഞ്ഞെടുപ്പ് കാലത്ത് ഒരു സ്ഥാനാർത്ഥി കണ്ടു ചെന്ന് അനുഗ്രഹം വാങ്ങാൻ തുനിയുന്നതിൽ എന്തെങ്കിലും അപാകതയുണ്ടോ? എന്താണ് ഈ വിഷയത്തിൽ CPIM ഇതിൽ ഒരു പ്രശ്നമായി കാണുന്നത്? ഒരാളെയും കാണുന്നതിൽ എന്താ അപാകതയുള്ളത്? ഗോപിയാശനെയും കാണാം, ഗോപികൃഷ്ണനെയും കാണാം, ഒരു പ്രശ്നമില്ല. ഗോപാലകൃഷ്ണനെയും കാണാം. പക്ഷേ വരുന്ന പ്രശ്നം എന്താണ്? കാരണം എല്ലാവരും വോട്ടർമാരാണല്ലോ. എല്ലാവരും വോട്ടർമാരാണ്. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് അനശ്വരർ. ഈ പറഞ്ഞതുപോലെ വേറൊരാൾ പറഞ്ഞതുപോലെ പ്രജയല്ല, ജനങ്ങളാണ്. വി ദ പീപ്പിൾ എന്നാണ്. അല്ലാതെ പ്രജകൾക്ക് കീഴിലല്ല നമ്മുടെ ജനാധിപത്യത്തെ നിർണ്ണയിച്ചിരിക്കുന്നത്, മറിച്ച് ജനങ്ങളാണ്. അപ്പോൾ ജനങ്ങളിൽ ഏതൊരാളെയും കാണാം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണ്? കാണാൻ അനുവദിച്ചില്ല എങ്കിൽ പത്മഭൂഷണൊന്നും കിട്ടണ്ടേ എന്ന് ചോദിക്കുന്നതിൻ്റെ പ്രശ്നം എന്താ? രാജ്യത്തിൻ്റെ പരമോന്നതമായ ബഹുമതികളിലൊന്നാണ് പത്മഭൂഷൺ, ഇല്ലെങ്കിൽ മറ്റ് പത്മ പുരസ്കാരങ്ങൾ. ആ പത്മ പുരസ്കാരങ്ങൾ ഞങ്ങൾ കച്ചവടത്തിന് വെച്ചിരിക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഗോപി ഇതിലൂടെ BJP-യും BJP സ്ഥാനാർത്ഥിയും ചെയ്തത് എന്താണ്? ഇന്ത്യയുടെ പരമോന്നതമായ ഒരു പത്മഭൂഷൺ, പത്മ പുരസ്കാരം, അതിനെ അവഹേളിക്കാൻ ശ്രമിക്കുന്നു. 2, ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ് പത്മ പുരസ്കാരം പ്രഖ്യാപിക്കുന്നത്, അത് നൽകുന്നത്. യഥാർത്ഥത്തിൽ അതിന് മറ്റ് സമിതികളെല്ലാം ഉണ്ടെങ്കിലും പത്മ പുരസ്കാരം നൽകുന്നത് ഇന്ത്യയുടെ രാഷ്ട്രപതിയല്ലേ? ഇപ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതി അപമാനിക്കുകയല്ലേ? നമ്മുടെ രാജ്യത്തിൻ്റെ ക്രെഡിബിലിറ്റിയെ ഇല്ലാതാക്കുകയല്ലേ? അത് എക്സ്പോസ് ചെയ്യപ്പെടുകയല്ലേ? അതിൻ്റെ പിന്നിൽ നടക്കുന്ന കാര്യങ്ങൾ. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം കൊടുക്കുമെന്നാണ്. ഇപ്പോൾ കുറച്ച് മുമ്പ് PV നരസിംഹറാവുവിന് മരണാനന്തര ബഹുമതി കൊടുത്തത് വലിയ ചർച്ചയായല്ലോ. RLD എന്നൊരു പാർട്ടി തന്നെ അപ്പുറത്തേക്ക് പോയി, ബഹുമതിയുടെ പുരസ്കാര നിറവിൽ പുറകോട്ട് പോയി. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികളെ നിങ്ങൾ നോക്കൂ, രാഷ്ട്രീയ പാർട്ടികളെ അപ്പുറത്ത് നിന്നും ഇപ്പുറത്തേക്ക് കൊണ്ടുവരാൻ, തങ്ങളെ എതിർക്കുന്ന രാഷ്ട്രീയ നേതാക്കളെ ജയിലിൽ പിടിച്ചിടാൻ, ഇല്ലെങ്കിൽ നിശബ്ദരാക്കാൻ എന്തെല്ലാം വഴികളാണ് സ്വീകരിക്കുന്നത്? മുൻകാലങ്ങളിൽ നമ്മുടെ മുമ്പിലുണ്ടായിരുന്നത് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ, കേന്ദ്ര ഭരണഘടനാ സ്ഥാപനങ്ങളെ ഇതിനെയെല്ലാം ഉപയോഗിക്കുന്ന കാര്യം നമ്മൾ കേട്ടിരുന്നു. പണം മുടക്കുന്നത് നമ്മൾ കേട്ടിരുന്നു. ഭീഷണിപ്പെടുത്തുന്നത് കേട്ടിരുന്നു. ഇപ്പോഴാ ഒരു കാര്യം കൂടി വെളിച്ചത്ത് വന്നിരിക്കുന്നു, രാജ്യത്തിന് മുമ്പിൽ വെളിവാക്കപ്പെട്ടിരിക്കുന്നു. പത്മ പുരസ്കാരങ്ങളും രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ഇതുപോലെ ഉപയോഗിക്കുന്നു. വന്നാൽ കിട്ടും, ഇല്ലേൽ കിട്ടില്ല. ഇതാണോ മാനദണ്ഡം പത്മ പുരസ്കാരത്തിൻ്റെ? ഇതിലൂടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ഈ കഴിഞ്ഞ ദിവസങ്ങളിലും ഈ കഴിഞ്ഞ 2014 ശേഷം നാളിതുവരെയും ലഭിച്ച പത്മ പുരസ്കാരങ്ങൾ ലഭിച്ച ആളുകളുണ്ടല്ലോ, അവരുടെ അവസ്ഥ എന്താ? ആ പത്മ പുരസ്കാരങ്ങളുടെ വില എന്താ?
അപ്പോൾ ഒന്ന് മാലയിട്ടാൽ, ഞങ്ങൾക്കൊന്ന് വഴങ്ങിത്തന്നാൽ, ഞങ്ങളോടൊപ്പം നിന്ന് തന്നാൽ, ഞങ്ങൾക്ക് വോട്ട് ചെയ്താൽ, ഞങ്ങളോടൊപ്പം വേദി പങ്കിട്ടാൽ, ഞങ്ങളോടൊപ്പം കൈപൊക്കിയാൽ കിട്ടുന്നത് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ഒന്നായി പത്മ പുരസ്കാരം മാറിയിരിക്കുന്നുവെന്നാണ്. ഇതിൽ നിന്ന് ഞാൻ ഒരു കാര്യം കൂടി വായിക്കുന്നു. 2014 മുതൽ 2023-24 വരെ 10 വർഷം പിന്നിട്ടൊരു ഗവൺമെൻറ്റാണ് ജനങ്ങളുടെ മുമ്പിൽ വോട്ട് തേടി പോകുന്നത്. ഒരാത്മവിശ്വാസവും അവർക്കില്ല. ആ നോട്ട് നിരോധനം മാത്രമേ പറയാനുള്ളൂ. പിന്നെ തൊഴിലില്ലായ്മയും ഈ പറയുന്ന പോലെ മറ്റനവധി കാര്യങ്ങളും. അങ്ങനെ വശം കെട്ടു നിൽക്കുന്നൊരു ഗവൺമെൻറ്, വിലക്കയറ്റം രൂക്ഷമായ രാജ്യം, പട്ടിണി രൂക്ഷമായ രാജ്യം. നോക്കൂ നിങ്ങൾ, പെട്രോളും ഡീസലും 50 രൂപയ്ക്ക് തരുമെന്ന് പറഞ്ഞവർ 100 കടന്നു രണ്ടും. അല്ല ശ്രീ റഹീം, നമുക്ക് അതിലേക്ക് വരാം. ഇപ്പൊ താങ്കൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഭാഗമുണ്ടല്ലോ, അതായത് രാജ്യത്തെ പത്മ പുരസ്കാരങ്ങൾ നൽകുന്നതിന് വേണ്ടി മാനദണ്ഡമാക്കുന്നത് ഈ പാർട്ടിയിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടിയുള്ള തന്ത്രമായി ഉപയോഗിക്കപ്പെടുന്നു എന്നതാണ് താങ്കൾ ഈ വിഷയത്തിൽ കാണുന്ന ഏറ്റവും ഗുരുതരമായ ഒരു പ്രശ്നം. അത് താങ്കൾ അവതരിപ്പിച്ചല്ലോ. ഇനി ഞാൻ താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, ഈ സുരേഷ് ഗോപി പറഞ്ഞത് ഗുരുവന്ദനം നടത്താൻ വേണ്ടി എനിക്ക് ജില്ലാ കമ്മിറ്റി നൽകിയിട്ടുള്ള പട്ടിക അനുസരിച്ച് ഞാൻ പോകാൻ തീരുമാനിച്ചു. ഗോപി ആശാന്റെ കാര്യത്തിൽ ഇനിയും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങാൻ തയ്യാറാണ് എന്നൊക്കെയാണ്. പക്ഷേ സുരേഷ് ഗോപിയെ അനുഗ്രഹിച്ചിട്ട് പത്മഭൂഷൺ വേണ്ട എന്ന് കലാമണ്ഡലം ഗോപി ആശാന് പറയേണ്ടി വന്ന സാഹചര്യം അക്ഷരാർത്ഥത്തിൽ BJPയുടെ വിശ്വാസ്യതയെ, BJPയുടെ നിലപാടുകളെ, BJPയുടെ തന്ത്രങ്ങളെ ഇതൊക്കെ എക്സ്പോസ് ചെയ്യുന്നതാണ് എന്ന് ശ്രീ റഹീം പറഞ്ഞു. എങ്ങനെ കാണുന്നു താങ്കൾ? സമൂഹത്തിൽ ഒരു മര്യാദയുണ്ട്, മര്യാദ കേടുമുണ്ട്. ഈ റഹീമിനൊക്കെ നാണം കെട്ട സമീപനമാണല്ലോ. ഇത്ര തരം താഴ്ന്നു പോയല്ലോ റഹീം തരം താഴ്ന്നു പോയതിൽ എനിക്ക് കുഴപ്പമില്ല. ഇപ്പോൾ മിസ്റ്റർ ഗോപി, ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതാണ്, ഗോപി ഇങ്ങനെ തരം താഴ്ന്നു പോകാൻ പാടില്ല. സുരേഷ് ഗോപി പറഞ്ഞോ, ജില്ലാ കമ്മിറ്റി ഗോപി ആശാനെ കാണാൻ വേണ്ടിയിട്ട് ലിസ്റ്റ് കൊടുത്തു, അതനുസരിച്ച് കാണാൻ വേണ്ടി ശ്രമിച്ചു എന്ന് സുരേഷ് ഗോപി പറഞ്ഞോ? നിങ്ങൾ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? സുരേഷ് ഗോപി പറഞ്ഞു ഗോപി ആശാൻ എന്നല്ല, അവിടുത്തെ പ്രധാനപ്പെട്ട വ്യക്തികളെ കാണാനുള്ള പട്ടിക കൊടുത്തത് ജില്ലാ കമ്മിറ്റിയാണ്, ജില്ലാ നേതൃത്വമാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. താങ്കൾക്ക് അത് കേൾക്കണോ? ഞാനൊന്ന് പറയട്ടെ, ഞാൻ പറയുമ്പോൾ ഇടയിൽ പറയരുത്. ഞാൻ പറഞ്ഞതിന് ശേഷം നിങ്ങൾ സംസാരിക്കും. അല്ലല്ല, ഇടയിൽ പറയുന്നത് താങ്കൾ ഞാൻ അവതരിപ്പിച്ച ഒരു കാര്യത്തിൽ അവാസ്തവമുണ്ടെന്നും ഞാൻ പറയുന്ന കാര്യങ്ങളെ താങ്കൾ ആ നിലയ്ക്ക് ചോദ്യം ചെയ്യുകയും ചെയ്തതുകൊണ്ടാണ്. അല്ലാതെ ഞാൻ താങ്കൾ അനാവശ്യമായി ഇടപെട്ടതല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. താങ്കൾക്ക് അത് കേൾക്കണമോ? താങ്കൾക്ക് എൻ്റെ ബാക്കി ഭാഗങ്ങൾ പറയാൻ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നിങ്ങൾ കേൾപ്പിച്ചോളൂ, അത് കേൾക്കണം. ഞാൻ എൻ്റെ കയ്യിലുണ്ട്, ഞാനത് കേട്ടതാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണ് എന്നും കൂടി താങ്കൾ മനസ്സിലാക്കുക. എൻ്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ജില്ലാ ഘടകമാണ്. ജില്ലാ പ്രസിഡന്റ് അനീഷ് കുമാറും അതുപോലെ ചുമതലപ്പെട്ടവരുമാണ്. അപ്പോൾ അതിനർത്ഥം എന്താ? ഒന്നാമത്തെ കാര്യം, സുരേഷ് ഗോപി നേരിട്ട് ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്തിട്ടില്ല, നമ്പർ 1. നമ്പർ 2, സുരേഷ് ഗോപിക്ക് ജില്ലാ ഘടകം ഗോപി ആശാനെ കാണാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുത്തു, അല്ലെങ്കിൽ എനിക്ക് തന്ന ലിസ്റ്റിൽ ഗോപി ആശാൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ വേണമെങ്കിൽ കേൾപ്പിച്ചോളൂ. ഗോപി ആശാനെ ഞാനും പറഞ്ഞില്ലല്ലോ. അദ്ദേഹം പറഞ്ഞത് പട്ടിക അനുസരിച്ചിട്ടാണ് പ്രധാനപ്പെട്ട ആളുകളെ കാണുന്നത് എന്ന്. ഏത് കോണ്ടെക്സ്റ്റിലാണ് പറഞ്ഞത്? ഗോപി ആശാനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വന്നപ്പോഴാണ് പറഞ്ഞത്. ഗോപി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഞാൻ ഈ തൃശ്ശൂർക്കാരനാണ്. ഈ ഗോപി ആശാന്റെ വീട്ടിൽ സ്ഥിരം പോകുന്ന ആളാണ് ഞാൻ. ഈ ഏറ്റവും അവസാനം അയോധ്യയുടെ വിഷയം ഉണ്ടായ സമയത്ത് അയോധ്യയുമായി ബന്ധപ്പെട്ട് ആ അയോധ്യയിൽ നിന്ന് കിട്ടുന്ന ആ പ്രസാദവുമായിട്ട് ഞാനാണ് പോയ ഗോപി ആശാൻ്റെ വീട്ടിൽ. 3 മാസം മുമ്പ് ഗോപി ആശാൻ്റെ വീട്ടിൽ ഞാനും ഗുഡ് നൈറ്റ് രാജുവും അതുപോലെ അനിൽകുമാറുമായിട്ട് അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയാണ് അനിൽ. ഞങ്ങളൊക്കെ ഗോപി ആശാനുമായിട്ട് നല്ല ബന്ധമാണ്. കഴിഞ്ഞ വിഷുവിന് ഗോപി ആശാൻ്റെ വീട്ടിലേക്ക് സുരേഷ് ഗോപി പോയതാണ്. അദ്ദേഹം ഒരു കലാകാരനാണ്. ഈ ഗോപി ആശാനെ കാണാൻ BJPയോ BJPയുടെ ലിസ്റ്റിലോ സുരേഷ് ഗോപിയോ തീരുമാനിച്ചിട്ടില്ല. ഗോപി ആശാനെ കാണണമെങ്കിൽ ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചു പോകില്ലേ. ഒന്നാമത്തെ കാര്യം, ഗോപി ആശാൻ ഈ കോൺസ്റ്റിറ്റ്യുവൻസിയിലല്ല, അദ്ദേഹം വേറൊരു കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ്. ഞങ്ങൾ അതേപോലെയുള്ള ആരെയും, ഞാൻ വളരെ ഫ്രാങ്കായിട്ട് പറയും, എനിക്ക് വളരെ വിഷമമുണ്ട് നിങ്ങൾ ഈ പറയുന്നത്. അതിന് ആദ്യത്തെ പോയിന്റിലേക്കാണ് പറയുന്നത്. BJP അങ്ങനത്തെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. BJPയുടെ ഒരാൾ പോലും അദ്ദേഹത്തെ വിളിച്ചിട്ടില്ല. BJPയുടെ ചുമതലപ്പെട്ട, നിങ്ങളെന്താ വിചാരിച്ചത്? സുരേഷ് ഗോപി ആശാനെ കാണാൻ വേണ്ടി ഒരു തീരുമാനമെടുത്താൽ ഞങ്ങൾ ചുമതലപ്പെട്ട ആളുകൾ ഈ തൃശ്ശൂരിലില്ലേ, ഞങ്ങൾ ഏതെങ്കിലും ഒരാൾ വിളിക്കില്ലേ? എന്താ ഗോപി ആശാൻ്റെ വീട്ടിൽ ഞങ്ങൾ പോകാതെ? ഗോപി ആശാൻ്റെ വീട്ടിൽ ഞാൻ വേണം നിങ്ങൾക്ക് ഇട്ടുതരാം.
എൻ്റെ കയ്യിൽ ഗോപി ആശാനും ഞാനും തമ്മിൽ ഈ കഴിഞ്ഞ ആഴ്ചയും അതേപോലെ കഴിഞ്ഞ ഈ അയോധ്യയുടെ ജനുവരി 22 പ്രസാദവുമായിട്ട് ഞാൻ പോയതിൻ്റെ ഫോട്ടോടൊക്കെ ഞാൻ ഇട്ടുതരാം. ഗോപി ആശാൻ എത്രയൊക്കെ കാര്യങ്ങളിൽ ഞങ്ങളുമായി ഇടപെടുന്നുള്ള ഇട്ടുതരാം. ഗോപി ആശാൻ്റെ വീട്ടിൽ സുരേഷ് ഗോപി പോകാൻ ഏതോ ഒരാളെ വിളിച്ചു ഞങ്ങൾ വിടണോ? ആരാ ആള്? നിങ്ങൾ ആ ആളുടെ നിങ്ങളൊരു ഉത്തരവാദിത്തപ്പെട്ട ചാനലല്ലേ, നിങ്ങൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ പ്രവർത്തനല്ലേ താങ്കൾ? ആരാണ് സുരേഷ് ഗോപിക്ക് വേണ്ടി ആരാ വിളിച്ചത്? നിങ്ങൾ പോയി അന്വേഷിക്കേ. ഞങ്ങളുടെ ഏതെങ്കിലും ഒരു BJPയുടെ ചുമതലപ്പെട്ടയാളോ അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ PA അതല്ലെങ്കിൽ സുരേഷ് ഗോപിയോ ഈ ഗോപി ആശാനെ കാണണം എന്ന് പറഞ്ഞ് വിളിച്ചോ? നിങ്ങൾ എന്തടിസ്ഥാനത്തിൽ? അല്ല, അത് ഞങ്ങളാണോ? നിങ്ങളല്ലേ അന്വേഷിക്കേണ്ടത് ശ്രീ പി ഗോപാലകൃഷ്ണൻ? ഞങ്ങളാണോ അന്വേഷിക്കേണ്ടത്? നിങ്ങളല്ലേ അന്വേഷിക്കേണ്ടത് ആരാണ് വിളിച്ചത്? പാർട്ടിയെ ഇങ്ങനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ ആരാണ് ഇടപെട്ടെന്ന് ഞാനാണോ അന്വേഷിക്കേണ്ടത്? നിങ്ങളാണ് അന്വേഷിക്കേണ്ടത്. ഞങ്ങൾക്ക് മുന്നിൽ കലാമണ്ഡലം ഗോപി ആശാന്റെ മകൻ പറഞ്ഞ കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ താങ്കൾ പറയണ മകൻ പറഞ്ഞത് നുണയാണെന്ന്. കലാമണ്ഡലം ഗോപി ആശാൻ ആ നുണ തിരുത്തണമെന്ന്. ഞാൻ പറഞ്ഞോട്ടെ, ഞാനല്ല അന്വേഷിക്കേണ്ടത് കേട്ടോ, നിങ്ങളാണ് അന്വേഷിക്കേണ്ടത്. കലാമണ്ഡലം ഗോപി ആശാൻ ഞങ്ങൾ അന്വേഷിക്കാൻ. ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരാളെ അറിയില്ലെന്ന്. ആരാണെന്നുള്ളത് വെരിഫൈ ഗോപാലകൃഷ്ണൻ BJPയുടെ ജില്ലാ ഘടകത്തോട് പറയൂ. താങ്കൾ തൃശ്ശൂർക്കാരനാണല്ലോ, താങ്കൾ പറയൂ സമൂഹത്തോട്, ഈ ഡോക്ടറാണ് പോയി പറഞ്ഞത്, ഞങ്ങൾക്ക് ബന്ധമില്ല. പിന്നെ താങ്കൾ പറഞ്ഞു സുരേഷ് ഗോപി ഇതിനകത്ത് പോയിട്ടുണ്ട്, സുരേഷ് ഗോപി ഇടപെടണം, ജില്ലാ നേതൃത്വം ഇടപെട്ടാൽ മതിയല്ലോ. ഞാൻ പറഞ്ഞത് ശ്രീ പി ഗോപാലകൃഷ്ണൻ എന്താണ് പറഞ്ഞത്? സുരേഷ് ഗോപിയെ അനുഗ്രഹിച്ചിട്ട് പത്മഭൂഷൺ എനിക്ക് വേണ്ട എന്ന് കലാമണ്ഡലം ഗോപി ആശാന് പറയാനുണ്ടായ സാഹചര്യം ആരുണ്ടാക്കിയതാണെന്ന് നിങ്ങൾ അന്വേഷിക്കൂ, BJP അന്വേഷിക്കൂ, എന്നിട്ട് പറയൂ ഞങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി. എന്ത് മര്യാദകേട്? ഞങ്ങൾക്ക് പറയാൻ ഒരു കാരണമുണ്ട്. കലാമണ്ഡലം ഗോപി ആശാന്റെ മകൻ പബ്ലിക് പോസ്റ്റ് ഇട്ടതാണ് ഈ കാര്യങ്ങൾ. ഞങ്ങൾക്ക് പറയാൻ അധികാരമുണ്ട്. എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന അല്ലല്ല, ഞാൻ പ്രസംഗിക്കില്ല. താങ്കൾ പറയുന്നത് താങ്കൾ എന്നോട് അന്വേഷിക്കാൻ പറയുമ്പോൾ എനിക്ക് തിരിച്ച് കാര്യങ്ങൾ പറയണ്ടേ? വൺ വേ മാത്രം മതിയോ? നിങ്ങൾ എന്ത് പറയണമെന്ന്? ഗോപി ആശാന്റെ മകനെ ആരെ വിളിച്ചെന്നുള്ളത് ഗോപി ആശാന്റെ മകനല്ലേ പറയണ്ടേ? ഞങ്ങൾക്ക് അന്വേഷിക്കാൻ പറ്റുമോ? അല്ല, ഞങ്ങൾക്കറിയോ? ഏതോ ഒരുത്തം വിളിച്ചു എന്ത് പരിമിതി? ഉണ്ട്, കാരണം അദ്ദേഹത്തെ ചികിത്സിച്ച ഡോക്ടറാണ്. ഒരുപക്ഷെ പേര് പറയാൻ മടിയുണ്ടാകും. ഒരു മര്യാദകേട് പറയല്ലോ നിങ്ങൾ. ഞാൻ എന്ത് പേര് പറയാം? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ ഇപ്പോഴും ആ പോസ്റ്റ് വായിച്ചിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ് താങ്കൾ ഈ പറയുന്നത്. താങ്കൾ ഇപ്പോഴും വായിച്ചിട്ടില്ല, അതാണ് കുഴപ്പം. ആ പോസ്റ്റിന്റെ ഉള്ളിൽ പറയുന്നുണ്ട് ഡോക്ടർ മോഹൻദാസ്. നിങ്ങൾ വായിക്കേ. ഡോക്ടർ മോഹൻദാസ് ആരാ? ഈ ഡോക്ടർ മോഹൻദാസ് ഞങ്ങൾക്ക് ഡോക്ടർ മോഹൻദാസ് വേണോ? ആരാ ഈ ഡോക്ടർ മോഹൻദാസ് എന്ന് പറയേ? എനിക്കറിയില്ല. അതിനകത്ത് രഘു എന്ന് പറഞ്ഞ ആൾ എഴുതിയിട്ടിരിക്കുകയാണ് ഡോക്ടർ മോഹൻദാസ്. ആരാ ഡോക്ടർ മോഹൻദാസ്? വായിച്ചിട്ടില്ല എന്നുള്ളതല്ല ഞാൻ ചോദിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് ഇവിടെ വലിച്ചിഴക്കിയപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ട ഇത് ആരാണ് പ്രതിരോധത്തിലായത്? ഞങ്ങളാണ്. താങ്കൾ പറയുന്നത് ഗോപി ആശാനുമായി താങ്കൾക്ക് അടുത്ത ബന്ധമുണ്ട്, വ്യക്തിപരമായ ബന്ധമുണ്ട് എന്നല്ലേ താങ്കൾ പറഞ്ഞത്? താങ്കൾ അന്വേഷിച്ച് BJP ജില്ലാ ഘടകം പറയൂ ഇന്ന ആളാണ്, ഞങ്ങൾക്ക് വേണ്ടി അല്ല പുള്ളി സംസാരിച്ചിട്ടുള്ളതെന്ന്. അല്ലാതെ പത്മഭൂഷണൊക്കെ കിട്ടണ്ടേ എന്ന് ഈ BJP സ്ഥാനാർത്ഥിയുടെ പേര് പറഞ്ഞ് അതിനോട് കൂട്ടിവെച്ച് പറയുമ്പോൾ BJP ആണ് പ്രതിരോധത്തിലായിരിക്കുന്നത്. അപ്പൊ നിങ്ങളാണ് അത് തെളിയിക്കേണ്ടത്, നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. മിസ്റ്റർ ഞാൻ കുറച്ചുകൂടി ഒരു മര്യാദയുള്ള ആളാണ് താങ്കൾ തന്നെ വിചാരിച്ചേ. ഈ രഘു എന്ന് പറഞ്ഞ ആളെ നേരിട്ട് അറിയാവുന്ന ഏതെങ്കിലും ഒരാൾ വിളിച്ചിട്ടുണ്ടാവും. ഒരുപക്ഷെ CPMന്റെ ആസൂത്രിതമായ പരിപാടിയായിരിക്കും. കാരണം ആ പോസ്റ്റിന് ഏറ്റവും അവസാനം എന്താ എഴുതിയിരിക്കുന്നത്? കോൺഗ്രസ്സുകാരും BJPക്കാരും ഈ വീട്ടിലേക്ക് വരണ്ട. അതിനർത്ഥം എന്താ? കോൺഗ്രസ്സുകാരും BJPക്കാരും വരണ്ട എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടിക്കാരും വന്നോളാനല്ലേ? ഇയാൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അവിടുത്തെ കമ്മിറ്റി മെമ്പറാണെന്ന് പറയുന്നു. എനിക്കറിയില്ല. അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആസൂത്രണമായിരിക്കാം ഇത്. ഞങ്ങളുമായി ബന്ധമില്ലാത്ത ഏതെങ്കിലും ഒരാൾ വിളിച്ചാൽ ഞങ്ങൾ അതിന്റെ പിന്നാലെ നടക്കാൻ പറ്റുമോ? അയാൾ പറയുന്നു ഡോക്ടർ മോഹൻദാസ്. ഈ ഡോക്ടർ മോഹൻദാസ് എന്ന് പറഞ്ഞ ഒരാൾ ഡോക്ടർ മോഹൻദാസ് എന്നുള്ള പേര് ഞാൻ വായിച്ച പോസ്റ്റിൽ കണ്ടിട്ടില്ല. താങ്കൾ വായിച്ച പോസ്റ്റിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഡോക്ടറുടെ പേര് വായിച്ചിട്ടില്ല. അപ്പൊ താങ്കൾ വായിച്ച പോസ്റ്റ് ഒന്ന് താങ്കൾ ഒന്ന് വായിച്ചു തന്നാൽ. ഞാൻ വായിച്ച പോസ്റ്റിൽ അത് കണ്ടിട്ടില്ല. ഇതൊക്കെയാണ് ഈ പ്രശ്നം. ശ്രമത്തിന്റെ ഭാഗമാണ്. അതാണ് ഞാൻ ഒരു മിനിറ്റ്, ഞാനിപ്പോൾ ഒരു സെക്കൻഡ് നിങ്ങൾക്ക് എടുത്തു തരാം. ഞങ്ങൾക്ക് ഇതിനകത്ത് ഒളിച്ചു കളിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് ഇതിനകത്ത് യാതൊരു കാര്യങ്ങളും ചെയ്യേണ്ട കാര്യമില്ല. ഏതോ ഡോക്ടർ മോഹൻദാസ് വിളിച്ചു, ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് വിളിച്ചത്. അതൊക്കെ ഉണ്ട് അതിനകത്ത്. പോസ്റ്റ് ഞാൻ വായിക്കാം. ഒരു സെക്കൻഡ്. പോസ്റ്റ് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ ഓൺ എയറിൽ പ്രേക്ഷകരെ കാണിക്കുന്നുണ്ട്. നോക്ക്, നിങ്ങളോട് ബഹുമാനം ഞാൻ വായിക്കല്ലേ. അത് എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. അത് താൽക്കാലിക ലാഭത്തിന് അത് നെഞ്ചിൽ ആഴ്ന്നിറങ്ങിയതാണ്. നിങ്ങളോടുള്ള ബഹുമാനം മുതലാകാൻ നോക്കരുത്.
പ്രശസ്തനായ ഒരു ഡോക്ടർ അച്ഛനെ വിളിച്ചിട്ട് പറയുന്നു, നാളെ അങ്ങോട്ട് വരുന്നുണ്ട്, സുരേഷ് ഗോപിയെ അനുഗ്രഹിക്കണമെന്ന്. അച്ഛന് മറുത്തൊന്നും പറയാൻ കഴിഞ്ഞില്ല. ഇതിലെ ആദ്യത്തേത് പ്രശസ്തനായ ഡോക്ടർ മോഹൻദാസ് എന്ന് എഴുതിയിരുന്നു. രണ്ടാമത് മാറ്റി അതെനിക്കറിയില്ല. ഞാൻ കണ്ട പോസ്റ്റിൽ എവിടെയും ഡോക്ടർ മോഹൻദാസ് എന്ന് ഞാൻ കണ്ടിട്ടില്ല. താങ്കളൊന്ന് കാണിച്ചു തന്നാൽ നന്നായിരുന്നു. കാണിച്ചു തന്നാൽ നന്നായിരുന്നു. അതായത് ശ്രീ ബി ഗോപാലകൃഷ്ണൻ, നമ്മളിങ്ങനെ വെറുതെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വെറുതെ തെറ്റിദ്ധരിപ്പിക്കരുത്. എന്തിനാണ് ഈ ചർച്ചയിൽ അങ്ങനെ ഒരു തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം? ഇതൊക്കെ പ്രേക്ഷകരുടെ മുന്നിൽ ഇതൊരു സമൂഹ മാധ്യമത്തിൽ നിൽക്കുന്ന കാര്യമാണ്. പ്രശസ്തനായ ഡോക്ടർ അച്ഛനെ വിളിച്ചിട്ട് പറയുന്നു, നാളെ അങ്ങോട്ട് വരുന്നുണ്ട്, സുരേഷ് ഗോപി അനുഗ്രഹിക്കണം എന്ന്. അച്ഛൻ മറത്തൊന്നും പറയാൻ പറ്റാത്ത ഡോക്ടർ അച്ഛൻ എന്നോട് പറഞ്ഞോളാൻ പറഞ്ഞു. ഞാൻ സാറെ വിളിച്ചു പറഞ്ഞു, എന്നോട് നിങ്ങൾ ആരാ പറയാൻ, അസുഖം വന്നപ്പോൾ ഞാനേ ഉണ്ടായുള്ളൂ എന്ന് പറഞ്ഞു. ഈ ഡോക്ടർ ആരാണെന്ന് ശ്രീ ബി ഗോപാലകൃഷ്ണൻ ബിജെപിയുടെ ജില്ലാ ഘടകത്തോട് കണ്ടുപിടിച്ച് പറയാൻ പറയും. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ലെന്ന് ഇങ്ങനെ പറയണ ഏതെങ്കിലും ഒരാൾ വിളിക്കും. ഇത് CPM. ഞാൻ വളരെ കൃത്യമായിട്ട് ഈ കാര്യത്തെ കുറിച്ചിട്ട് കൃത്യമായിട്ട് ഞങ്ങൾക്ക് പേര് അറിയില്ലായിരുന്നു. ഇപ്പൊ താങ്കൾ പേര് പറഞ്ഞു ഡോക്ടർ മോഹൻദാസ് ആണെന്ന്. ഞങ്ങൾക്കറിയില്ല, ഈ പോസ്റ്റിൽ എവിടെയും ഇല്ല. അതെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഞാൻ ഒരു കാര്യം മനസ്സിലാക്കുക. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങളൊരു കാര്യം ആദ്യം എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കുക. 3 പ്രാവശ്യം എഡിറ്റ് ചെയ്തതാണ് ഈ ഫേസ്ബുക്ക്. ആദ്യം തൊട്ട് തുടക്കം മുതൽ അപാകത മനസ്സിലാക്കിയിട്ട് അത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി എൻ്റെ 3 പ്രാവശ്യം എഡിറ്റ് ചെയ്തതാണിത്. ഇനി എൻ്റെ ചോദ്യം, ആരെങ്കിലും ഒരാൾ അയാളുടെ മകനെ വിളിച്ചാൽ ഞങ്ങൾ അന്വേഷിക്കണോ? ഞങ്ങൾ കാറ്റഗറിക്കലായിട്ട് പറയുന്നു, ഞങ്ങൾക്കൊരു ഡോക്ടറെയും ഓരോ ഏജന്റിനെയും ഞങ്ങൾക്ക് വെക്കേണ്ട കാര്യമില്ല. ഞങ്ങളുടെ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്ന നിലയിൽ ഞങ്ങൾക്കെല്ലാം ഗോപി ആശാന്റെ വീട്ടിൽ പോകാനും അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തെ അനുഗ്രഹം തേടാനും ഉള്ള അവകാശവും ഉണ്ട്. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, അതിൽ ആർക്കാണ് ഇവിടെ തർക്കം? ഗോപി ആശാനെ പോലെ ഒരാൾ ഈ സമൂഹത്തിലെ നമ്മുടെ പൊതു സ്വത്താണ്. താങ്കൾ പറഞ്ഞതുപോലെ ആർക്കും അദ്ദേഹത്തെ പോയി കാണാം. അദ്ദേഹം അനുവാദം നൽകുന്നിടത്തോളം കാലം ആർക്കും അദ്ദേഹത്തിന്റെ അനുഗ്രഹം സ്വീകരിക്കാം. പക്ഷേ സുരേഷ് ഗോപിയെ അനുഗ്രഹിച്ചാൽ പത്മഭൂഷൺ കിട്ടും എന്നൊരു ഉപാധി വെച്ചുകൊണ്ട് ഇടനിലക്കാരനായ ഒരു ഡോക്ടർ സംസാരിച്ചിട്ട് ഏതോ ഒരാൾ സംസാരിച്ചു, അതൊന്നും ഞങ്ങൾക്ക് തെളിയിക്കേണ്ട കാര്യമില്ല എന്ന് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ BJP-യിലെ മുതിർന്ന നേതാക്കളിൽ ഒരാളായ താങ്കൾ, തൃശൂർക്കാരനായ താങ്കൾ ഇവിടെ പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. താങ്കൾ നേരത്തെ പറഞ്ഞു എന്നോട് അന്വേഷിക്കാൻ, ഇപ്പോൾ താങ്കൾ പറയുന്നു അന്വേഷിക്കേണ്ട പ്രശ്നമേ ഉദിക്കുന്നില്ല എന്ന് പറയുന്നു. ഏതായാലും പ്രശ്നം നിലനിൽക്കുന്നുണ്ടല്ലോ. ഞാനൊരു കാര്യം പറയട്ടെ, ഞങ്ങളെ സംബന്ധിച്ചോ ഞാൻ കാറ്റഗറിക്കലായിട്ടൊരു കാര്യം പറയുന്നു. ഞങ്ങളാരും അറിയില്ല, ഞങ്ങളാർക്കും പോയിട്ടില്ല, ഞങ്ങളുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു ലിസ്റ്റ് കൊടുത്തിട്ടില്ല, ഞങ്ങളുടെ ഈ കോൺസ്റ്റിറ്റ്യുവൻസിയിൽപ്പെട്ട ആളല്ല അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകാൻ ഒരു ഡോക്ടറെയും ഞങ്ങൾക്ക് ആവശ്യമില്ല. ഇത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പരാജയ ഭൂതിയിലുള്ള പുതിയ സാധനമാണ്. അതുകൊണ്ടാണ് കോൺഗ്രസും BJP-യും വരണ്ട എന്ന് പറഞ്ഞത്. ആരാണോ അത് പറഞ്ഞത് സുരേഷ് ഗോപി അല്ല, ഇപ്പോൾ അവിടുത്തെ LDF സ്ഥാനാർത്ഥി സുനിൽകുമാർ ആണെങ്കിലും കെ മുരളീധരനാണെങ്കിലും ആർക്ക് വേണമെങ്കിലും ഗോപി ആശാനെ പോയി കണ്ടു വണങ്ങാം, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം തേടാം, അദ്ദേഹത്തോട് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കാം. എല്ലാ സ്ഥാനാർത്ഥികളുടെയും അവകാശം, പൊതുവായിട്ടുള്ളൊരു അവകാശമാണത്. പക്ഷെ ഇവിടെ പ്രശ്നം, അതിന് വോട്ട് കിട്ടാൻ, അനുഗ്രഹം വാങ്ങാൻ പത്മഭൂഷൺ വാഗ്ദാനം ചെയ്തുകൊണ്ട് ഒരു ഇടനിലക്കാരനായ ഡോക്ടർ നിന്നു. അദ്ദേഹത്തെ ഞങ്ങൾക്ക് അറിയുകയില്ല എന്ന് ശ്രീ ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു. അപ്പോൾ എന്താണ് ഈ പ്രശ്നത്തിൽ കോൺഗ്രസ് കാണുന്നത്? ഇത് ആ നിലയ്ക്കൊരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വളരെ പ്രാധാന്യമുള്ളൊരു വിഷയമായിട്ട് കോൺഗ്രസ് കാണുന്നുണ്ടോ, അതോ അതിനെ അങ്ങ് വിട്ടുകളയാമെന്നാണോ? ഗോപികൃഷ്ണൻ, ഈ വിഷയത്തിൽ താങ്കൾ പറഞ്ഞത് തന്നെയാണ് കോൺഗ്രസിൻ്റെ നിലപാട്. കാരണം ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ നമ്മളൊരു ജനാധിപത്യ തിരഞ്ഞെടുപ്പായതുകൊണ്ട് ഏതൊരു വോട്ടറെയും കാണാനും വോട്ട് ചോദിക്കുവാനും അനുഗ്രഹം മേടിക്കുവാനുള്ള എല്ലാവിധ അവകാശാധികാരങ്ങളും ഏതൊരു സ്ഥാനാർത്ഥിക്കുമുണ്ട്. അത് ഇപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ ആളുകളെ കാണാം, അതുപോലെ തന്നെ തിരിച്ചും എല്ലാവർക്കും കാണാം. അതിലൊന്നും ഒരു തെറ്റും ഞാൻ പറയുന്നില്ല. അതൊക്കെ ഓരോ സ്ഥാനാർത്ഥികളുടെയും ഓരോ ആളുകളുടെയും മൗലികാവകാശമാണ്, അതിനെ നമ്മൾ കുറ്റം പറയുന്നില്ല. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താൽ, ഈ സ്ഥാനാർത്ഥി ഒരാളെ പറഞ്ഞു വിടുമ്പോൾ, ഇപ്പോൾ ശ്രീ ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞതനുസരിച്ച് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള സ്ക്രീൻഷോട്ടിലും ആ പേരില്ല, ഡോക്ടറിൻ്റെ പേരില്ലായിരുന്നു. പക്ഷേ ശ്രീ ബി ഗോപാലകൃഷ്ണൻ്റെ കയ്യിലിരിക്കുന്ന ഏതോ ഒരു സ്ക്രീൻഷോട്ടിൽ ആ പേരുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതുണ്ടെങ്കിൽ അദ്ദേഹം ഒന്ന് പുറത്തു വിട്ടാൽ നമുക്കും കാണാമായിരുന്നു, എന്തെങ്കിലും ആവട്ടെ.
പക്ഷേ ഡോക്ടർ മോഹൻദാസ് എന്ന് പറയുന്ന വ്യക്തിയാണ് അവരെ വിളിച്ചിരിക്കുന്നത്. എനിക്ക് അതായത് ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ഞങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ ഞാൻ കണ്ട സ്ക്രീൻഷോട്ടിൽ ഈ ഡോക്ടർ ഒരു പ്രശസ്തനായ ഡോക്ടർ എന്നാണ് കണ്ടിരുന്നത്. താങ്കളുടെ കയ്യിൽ വ്യത്യസ്തമായ ഒരു സ്ക്രീൻഷോട്ട് ഉണ്ടെങ്കിൽ താങ്കൾക്ക് അത് പുറത്തുവിടാം. അത് നമുക്ക് കൂടി മനസ്സിലാക്കാൻ ഉപകാരപ്പെടുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ കാണാത്തത് കൊണ്ടാണ് പറഞ്ഞത്. ഇപ്പോൾ ഡോക്ടർ മോഹൻദാസ് എന്ന് പറയുന്ന വ്യക്തി BJPയുടെ അനുമതിയോ അധികാരവും ഇല്ലാതെ പത്മശ്രീ പുരസ്കാരം വിലയ്ക്ക് മേടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ് കലാമണ്ഡലം ഗോപി ആശാനെ സ്വാധീനിക്കാൻ ശ്രമിച്ചു. അപ്പോൾ BJPയുടെ ആരോപണം തന്നത് BJPയെ ഇകഴ്ത്താൻ വേണ്ടി ഏതോ ഒരു ഡോക്ടർ പോയി എന്നുള്ളതാണല്ലോ. അങ്ങനെയാണെങ്കിൽ ശ്രീ സുരേഷ് ഗോപി അതിൻ്റെ പേരിൽ ഒരു കേസോ ഒരു കംപ്ലൈൻറ്റോ കൊടുക്കണ്ടേ ശ്രീ ഗോപികൃഷ്ണൻ? അതായത് സുരേഷ് ഗോപിയുടെ പേരിലാണ് ഇങ്ങനെ ഒരു തട്ടിപ്പ് നടക്കുന്നത്. BJPയുടെ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി ഒരു പത്മ പുരസ്കാരം ഓഫർ ചെയ്തുകൊണ്ട് തങ്ങളുടെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞ് ഒരു ഡോക്ടർ ഏതെങ്കിലും ഇപ്പോൾ പണത്തിനോ പ്രശസ്തിക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലോ കാരണത്തിന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് BJP അറിയാതെ കലാമണ്ഡലം ഗോപി ആശാനെ പോയി കണ്ടു എന്നുള്ളതാണ് ഇപ്പോൾ BJPയുടെ വക്താവിൻ്റെ ഇവിടുത്തെ വാദം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ BJPയുടെ വക്താവോ തൃശ്ശൂർ ജില്ലയിലെ ഔദ്യോഗിക ഭാരവാഹികളോ ഈ BJP സ്ഥാനാർത്ഥി തന്നെ നാളെ തൃശ്ശൂരിലെ കൺസേൺഡ് പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി എഴുതി കൊടുക്കട്ടെ. അതായത് എൻ്റെ പേരിൽ ഒരു വ്യാജമായ ഒരു ആരോപണം അല്ലെങ്കിൽ വ്യാജമായ ഒരു ഓഫറുമായി ആൾ പോയി തട്ടിപ്പ് നടത്താൻ, പത്മ പുരസ്കാരങ്ങളുടെ തട്ടിപ്പ് നടത്താൻ ശ്രമിച്ചു എന്നൊരു പരാതി കൊടുക്കട്ടെ. അപ്പോൾ നമുക്ക് വ്യക്തമാകും BJP എന്താ പറയുന്നത്. പക്ഷെ ഇതിനകത്തെ കാര്യമെന്ന് പറയുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിലായി BJP തുടർന്ന് വരുന്ന ഒരു രാഷ്ട്രീയമാണ് ഇതിൻ്റെ പ്രശ്നം. ഇപ്പോൾ പത്മ പുരസ്കാരം, ഇപ്പോൾ ശ്രീ സുരേഷ് ഗോപി പറഞ്ഞത് എൻ്റെ ത്രാണിക്കനുസരിച്ചാണ് ഞാൻ അവിടുത്തെ പള്ളിയിൽ ആ കിരീടം കൊടുത്തത് എന്നുള്ളതാണ്. അപ്പോൾ ശ്രീ സുരേഷ് ഗോപിയുടെ ത്രാണിക്കനുസരിച്ച് തന്നെയാണല്ലോ പത്മ പുരസ്കാരങ്ങളും കൊടുക്കാമെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ത്രാണിയാണ് പ്രശ്നം. എന്താണ് ത്രാണിയുടെ പ്രശ്നം? വോട്ടിന് വേണ്ടി സർക്കാർ അവാർഡുകൾ കച്ചവടം നടത്തുന്നു എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം എന്താണ്? ഇപ്പോൾ നമ്മൾ കുറേ കാലമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേൾക്കുകയാണ്. BJP ആർക്കെതിരെ അലിഗേഷൻ, ആരോപണം ഉയർത്തിയിട്ടുണ്ടോ അവർ BJPയിൽ ചേർന്നാൽ അപ്പോൾ വൈറ്റ് വാഷ് ചെയ്യപ്പെടും. ഇപ്പോൾ ബംഗാളിലെ നേതാവായിരുന്ന സുവേന്ദു അധികാരി BJP കാലങ്ങളായി ആരോപണം ഉന്നയിച്ചു. പക്ഷെ BJPയിൽ ചെന്നപ്പോൾ അയാൾ നല്ല പിള്ളയായി മാറി. കോൺഗ്രസ് നേതാവായ ജ്യോതിരാദിത്യ സിന്ധ്യ BJP അന്വേഷണം ആവശ്യപ്പെട്ടു. മധ്യപ്രദേശിലെ BJP ഘടകം തന്നെ സമരം ചെയ്യാൻ പോയി. പക്ഷേ അവർ BJPയിൽ ചെന്നപ്പോൾ നേരെ യു-ടേൺ അടിച്ചു, അവർ വൈറ്റ് വാഷ് ചെയ്യപ്പെട്ടു. അതുപോലെ തന്നെ ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ അവർ കാലങ്ങളായി സമരം ചെയ്തു, ആരോപണങ്ങൾ ഉന്നയിച്ചു. പക്ഷെ BJPയിൽ ചെന്നപ്പോൾ വൈറ്റ് വാഷ് ചെയ്യപ്പെട്ടു. ഇങ്ങനെ ഓരോ ആളുകളും, നാരായൺ റാണ ഉൾപ്പെടെയുള്ള ആളുകൾ, അങ്ങനെ പല ആളുകളും ഇങ്ങനെ BJP വൈറ്റ് വാഷ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ EDയെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം അറിയാം. അപ്പൊ ഭാരത് രത്ന പോലുള്ള അവാർഡുകൾ ഒരു തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് കൂട്ടുകക്ഷികളെ പിടിക്കാൻ വേണ്ടി ഭാരത രത്ന ഉപയോഗിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ പൂർണ്ണമായും ഭരണ സംവിധാനങ്ങളെയും കേന്ദ്രത്തിൽ ഒരു കഴിവിന്റെ മാനദണ്ഡത്തിൽ കൊടുക്കേണ്ട, നീതിയുടെ മാനദണ്ഡത്തിൽ കൊടുക്കേണ്ട കേന്ദ്ര അന്വേഷണ ഏജൻസികളെയും ഭരണ സംവിധാനങ്ങളെയും മുഴുവൻ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്നുള്ള കോൺഗ്രസ് വളരെ കാലമായി ആരോപിക്കുന്ന ഒരു പ്രത്യേകമായ ആരോപണം, ആ ആരോപണം ശരിയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ നിന്ന് വെളിവായിരിക്കുന്നത്. ഇപ്പോൾ അവര് അവിടെ കാണണ്ടായ എന്ന് പറയുന്നതോ അതൊക്കെ ഓരോരുത്തരുടെ അവകാശങ്ങളാണ്. കലാമണ്ഡലം ഗോപി ആശാനെ സുരേഷ് ഗോപി കാണുന്നതിലല്ല പ്രശ്നം. പക്ഷേ പത്മഭൂഷൺ അല്ലെങ്കിൽ പത്മ പുരസ്കാരം അടുത്ത പ്രാവശ്യം വേണ്ടേ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു ബ്ലാക്ക് മെയിലിംഗ് രാഷ്ട്രീയം കൂടി ഉണ്ട് ഗോപികൃഷ്ണൻ. അത് ശ്രദ്ധിക്കണം. അതായത് അത് വേണ്ടേ, അതായത് BJPയിൽ ചേർന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കഴിവുണ്ടായാൽ പോലും അത് കിട്ടില്ല, BJPയിൽ ചേർന്നാൽ മാത്രമേ അത് കിട്ടുള്ളൂ എന്നുള്ള ധ്വനിയാണ് ഇവർ കൊടുക്കുന്നത്. അപ്പൊ ഇത് തന്നെയാണ് കേരളത്തിൽ ഉടനീളം പല പ്രമുഖരെയും പല VIP-കളെയും സ്വാധീനിക്കാൻ വേണ്ടി BJP ശ്രമിക്കുന്നതിൻ്റെ പല കേന്ദ്ര സ്ഥാനങ്ങൾ, പല കമ്മീഷൻ സ്ഥാനങ്ങൾ, പല രീതിയിലുള്ള ഡീലുകളാണ് BJP ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് ഇന്ന് നമ്മൾ തൃശ്ശൂരിൽ കണ്ടത്. ശ്രീ MN കാരശ്ശേരി, ഇതിപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരു ഭാഗമുണ്ട്, അതായത് ആർക്കും ഗോപി ആശാനെ കാണാം, അനുഗ്രഹം വാങ്ങാം എന്നൊരു ഭാഗമുണ്ട്. പക്ഷെ മറുഭാഗത്ത് ഇപ്പോൾ BJPക്കെതിരെ ദേശീയ തലത്തിൽ തന്നെ ഉന്നയിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ആരോപണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഉപയോഗിച്ച്, ദേശീയ അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ച് വിരട്ടി ആളുകളെ പാട്ടിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നതാണ്. ഇനി മറ്റൊന്ന് സ്വാധീനിച്ച് വശത്താക്കാൻ വേണ്ടി നടത്തുന്ന നീക്കങ്ങളെക്കുറിച്ചാണ്. ആ ആരോപണവും BJP നേരിടുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഈ പത്മ പുരസ്കാരങ്ങൾ വാഗ്ദാനം ചെയ്തു, ഗോപി ആശാനോട് ഇടനിലക്കാരൻ സംസാരിച്ചു എന്ന നിലയ്ക്ക്
ഗോപി ആശാന്റെ മകൻ ഉന്നയിച്ച ഈ ആക്ഷേപത്തെ പരിഗണിക്കേണ്ടതുണ്ടോ? ഗോപികൃഷ്ണൻ, എനിക്കിതിൽ വ്യക്തിപരമായി വളരെ സങ്കടം തോന്നുന്ന ഒരാളാണ് ഞാൻ. കാരണം കലാമണ്ഡലം ഗോപി ആശാൻ എന്ന് പറയുന്നത് എല്ലാ പ്രദേശത്തിൻ്റെയും പാർട്ടിയുടെയും മറ്റ് താല്പര്യങ്ങളുടെയൊക്കെ അപ്പുറത്ത് നമ്മുടെ വലിയ ആദരവും സ്നേഹവും അർഹിക്കുന്ന വലിയൊരു കലാകാരനാണ്. അദ്ദേഹത്തെ ഇത്തരം ഒരു വിവാദത്തിലേക്ക് വലിച്ചിഴയ്ക്കാനുള്ള സാഹചര്യം ഉണ്ടാവുക എന്നുള്ളത് അങ്ങേയറ്റം കഷ്ടമാണ്. കാരണം നമ്മൾ എന്ത് കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒരു സാഹിത്യകാരനാണെങ്കിലും നടനാണെങ്കിലും പാട്ടുകാരനാണെങ്കിലും ചിത്രകാരനാണെങ്കിലും ഒക്കെ രാഷ്ട്രീയക്കാർക്ക് എങ്ങനെ ഉപയോഗിക്കാം, അവരെ എങ്ങനെ ഒന്നുകിൽ അവരെ വാഴ്ത്തിയിട്ട് അല്ലെങ്കിൽ അവരെ വീഴ്ത്തിയിട്ട് ഉപയോഗിക്കാം എന്നാണ് ആലോചിക്കുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ അദ്ദേഹം സുദീർഘമായ അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതം കൊണ്ട് വലിയ സംഭാവന നമ്മുടെ സംസ്കാരത്തിന് കൊടുത്തൊരാളാണ്. അപ്പോൾ എനിക്ക് വീണ്ടും അദ്ദേഹത്തെപ്പറ്റി ഇത്തരം ഒരു ചർച്ചയിൽ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ അപ്പോൾ അദ്ദേഹം അവിടുത്തെ വോട്ടറാണോ അല്ലേ എന്നുള്ളതൊക്കെ തരത്തിൽ നമ്മൾ ചർച്ച ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ മഹാ കഷ്ടമാണ്. ഇപ്പോൾ ഒരു കലാകാരൻ്റെ അനുഗ്രഹം തേടുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തോട് വോട്ട് ചോദിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹം ആ മണ്ഡലത്തിലെ വോട്ടറാണ് എന്ന് വെച്ചിട്ടാണ് എന്നൊന്നും ആരും ആലോചിക്കാൻ പാടില്ല. പിന്നെ പത്മ പുരസ്കാരങ്ങളെപ്പറ്റി അല്ലെങ്കിൽ ഗവൺമെൻറ് കൊടുക്കുന്ന അത്തരം പുരസ്കാരങ്ങളെപ്പറ്റിയൊക്കെ വലിയ പരാതിയുള്ളതാണ്. ഇപ്പോൾ ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ചരൺ സിംഗ് അദ്ദേഹം വളരെ ചെറിയ കാലം നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്നു. അദ്ദേഹം മരിച്ച അനവധി കാലം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ഭാരതരത്ന കൊടുക്കുക എന്ന് പറയുമ്പോൾ എൻ്റെ കണക്കിന് അങ്ങേയറ്റം പരിഹാസ്യമായൊരു കാര്യമാണ് അത്. കാരണം അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിലെ പിന്മുറക്കാരെ പ്രീണിപ്പിക്കാൻ വേണ്ടി, അവരെ NDAയുടെ ഭാഗമാക്കി നിർത്താൻ വേണ്ടിയാണ് അത് കൊടുത്തത് എന്ന് ആർക്കും തോന്നും, ആരും അത് പറയുകയും ചെയ്യും. കാരണം ആ തരത്തിലുള്ള രാഷ്ട്രീയത്തിനോ നമ്മുടെ രാഷ്ട്രവ്യവസ്ഥയ്ക്കോ നമ്മുടെ ചിന്തയ്ക്കോ എന്തെങ്കിലും സംഭാവന ചെയ്ത ഒരാളാണ് ചരൺ സിംഗ് എന്ന് ആരും പറയാനിടയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ ED വന്നാൽ രക്ഷിക്കാൻ ഗുരുവായൂരപ്പന് സാധിക്കുകയില്ല എന്ന് പത്മജ പറഞ്ഞതായിട്ടോ വിചാരിച്ചതായിട്ടോ ഒരു പോസ്റ്റ് നമ്മൾ ഫേസ്ബുക്കിലും ഒക്കെ കണ്ടതാണ്. അപ്പോൾ ഒന്നുകിൽ പ്രീണിപ്പിക്കുക, അല്ലെങ്കിൽ പ്രകോപിപ്പിക്കുക, ഭീഷണിപ്പെടുത്തുക എന്ന തരത്തിൽ രാഷ്ട്രീയത്തിൻ്റെ കച്ചവടം ഇപ്പോൾ വരുന്നത് എന്താണ്? ജനാധിപത്യം ധനാധിപത്യത്തിന് വഴിമാറുന്ന സ്ഥിതിയാണ് നമ്മൾ ഒരുമാതിരി എല്ലാ സംസ്ഥാനങ്ങളിലും കാണുന്നത്. അതിനകത്ത് ഇപ്പോൾ ഈ ഗോപാലകൃഷ്ണൻ പറഞ്ഞ ഇവിടെ അവതരിപ്പിച്ച ഒരു ന്യായമുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഏതോ ഒരു ഡോക്ടർ ആരോ വിളിച്ച് ഈ കാര്യങ്ങൾ, അതായത് പത്മ പുരസ്കാരം വേണമോ എന്നൊക്കെ ചോദിച്ചതിൻ്റെ ഉത്തരവാദിത്വം BJPയുടെ തലയിലേക്ക് കെട്ടിവെക്കുന്നതിൻ്റെ യുക്തി എന്താണ്? ഏതോ ഒരാൾ പറഞ്ഞ കാര്യമാണ്, അതിന് ഞങ്ങളെ എന്തിനാണ് പ്രതിരോധത്തിലാക്കുന്നത്, പ്രതിക്കൂട്ടിലാക്കുന്നത് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. മാത്രമല്ല ഗോപി ആശാനെ കാണാൻ അങ്ങനെ ഒരു ഇടനിലക്കാരുടെ ആവശ്യമില്ല എന്ന് അദ്ദേഹം ഇവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഈ യുക്തിയെ താങ്കൾ മുഖവിലേക്ക് എടുക്കുന്നുണ്ടോ? ഇല്ല, അങ്ങനെ BJPയുടെ പേരിൽ ആരാണ് സംസാരിച്ചതെന്ന് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തം BJPക്കാണ്. അതിപ്പോൾ ഗോപാലകൃഷ്ണൻ അവതാരകനായ ഗോപികൃഷ്ണൻ്റെ തലയിൽ കെട്ടിവെക്കുന്നത് ശരിയല്ല. കാരണം അങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ടെങ്കിൽ ആ പോസ്റ്റിൽ പറഞ്ഞത് സത്യമാണോ അല്ലേ, ആണെങ്കിൽ ആ ഡോക്ടർ ആരാണ്, അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, അദ്ദേഹം പറയാതെ ഗോപി ആശാൻ്റെ മകൻ അത് അവകാശപ്പെട്ടതാണോ, അത് അന്വേഷിക്കണം. അതൊരു സത്യത്തിലൊരു ക്രിമിനൽ കുറ്റമാണത്. അബിൻ വർക്കി പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പാണ്. കാരണം സുരേഷ് ഗോപി ഒരു പരാതി കൊടുക്കേണ്ടതാണ്. ഞാൻ പറയാത്തൊരു കാര്യം എൻ്റെ പേരിൽ പറഞ്ഞ് ഒരു വലിയ കലാകാരനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യനെ അങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന രീതിയിൽ, കാരണം നിങ്ങൾക്ക് പത്മഭൂഷണമൊക്കെ കിട്ടണ്ടേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആനുകൂല്യം കാണിച്ചാൽ കിട്ടും എന്നും പ്രാതികൂല്യം കാണിച്ചാൽ കിട്ടുകയില്ല എന്നും പറയുന്നതിനാണല്ലോ ബ്ലാക്ക് മെയിലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സുരേഷ് ഗോപി പറയാത്തൊരു കാര്യം, അല്ലെങ്കിൽ BJP സങ്കല്പിക്കാത്തൊരു കാര്യം, BJP ചെയ്തിട്ടില്ലാത്തൊരു കാര്യം BJPയുടെ പേരിൽ ഉണ്ടാക്കി പറയുക എന്നുള്ളത് തീർച്ചയായിട്ടും വ്യാജമായൊരു കാര്യമാണ്. അങ്ങനെ വ്യാജം പ്രവർത്തിച്ചത് ആരാണ് എന്ന് അന്വേഷിക്കുകയും അത് പുറത്തു പറയുകയും ചെയ്യേണ്ടത് BJPയാണ്. അതാണ് അതിൻ്റെ രാഷ്ട്രീയമായ മാന്യത എന്ന് പറയുന്നത്.
ശരി, ഞാനൊരു ചെറിയ ഇടവേള എടുക്കാം. നമുക്ക് ഈ ചർച്ചയിലേക്ക് വീണ്ടും വരാം. ആശാന് മുന്നിൽ അടവ് പിഴച്ചതോ നമ്മൾ തൃശ്ശൂരിൽ കണ്ടത്, ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ഇത് ഒരു മര്യാദകേടാണ് എന്ന് ശ്രീ ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു. പക്ഷേ ഇതിലെ ഈ ചർച്ചയിലെ മര്യാദ എന്ന് പറയുന്നത് ഇതൊരു വിവാദമാകുന്നു, അതിൻ്റെ ഉത്തരവാദിത്വം, അത് തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം BJPയുടെ മുകളിൽ കിടക്കുന്നു എന്നുള്ളതാണ് കാരശ്ശേരി മാഷ് ശരിയായ രീതിയിൽ പറഞ്ഞതുപോലെ. അതുകൊണ്ട് നമുക്ക് ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വരാം. BJPക്കെതിരായിട്ടുള്ള ഈ ആരോപണത്തെ പ്രതിരോധിക്കാൻ ഈ ചർച്ചയിൽ ശ്രീ ബി ഗോപാലകൃഷ്ണൻ മുന്നോട്ട് വെച്ച വാദങ്ങളിൽ ഒന്ന്, കലാമണ്ഡലം ഗോപി ആശാന്റെ മകൻ രഘുവിനുള്ള ഇടതുപക്ഷ ആഭിമുഖ്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു CPM ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹം ഈ ചർച്ചയ്ക്കിടെ പറഞ്ഞത് ശ്രീ എ റഹീം താങ്കൾ കേട്ടല്ലോ. ശരിയാണ്, രഘുവിനൊരു ഇടതുപക്ഷ ആഭിമുഖ്യമുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമങ്ങളിലെ ഇടപെടലിൽ നിന്ന് മനസ്സിലാക്കാനും കഴിയും. അപ്പോൾ അങ്ങനെ ഒരു ആരോപണത്തെ എങ്ങനെയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രത്യാക്രമണത്തെ താങ്കൾ എങ്ങനെ നേരിടും എന്ന് എനിക്കറിയാൻ താല്പര്യമുണ്ട്. അതോടൊപ്പം തന്നെ ശ്രീ എ റഹീം, ഞാനൊരു വീഡിയോ ഇപ്പോൾ കാണിക്കാം. അത് ആലത്തൂരിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി K രാധാകൃഷ്ണന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് കലാമണ്ഡലം ഗോപി ആശാൻ സംസാരിക്കുന്നതാണ്. അത് ഞാൻ ഇപ്പോൾ കാണിക്കാം, പക്ഷെ താങ്കളുടെ അഭിപ്രായം കേട്ട ശേഷം. ഇതിനകത്ത് ശ്രീ ബി ഗോപാലകൃഷ്ണൻ്റെ വാദമുഖങ്ങൾ ഈ കണ്ടിരിക്കുന്ന പ്രേക്ഷകർ തന്നെ അർഹിക്കുന്ന അവജ്ഞയോട് തള്ളിക്കളയും എന്നാണ് എൻ്റെ അഭിപ്രായം. അത് നിലവിട്ടു പോയവരുടെ പ്രത്യാക്രമണം. ഗോപി, ഇത് ഒറ്റപ്പെട്ട സംഭവമാണോ? ഈ തൃശ്ശൂരിലെ തന്നെ BJPയുടെ സ്ഥാനാർത്ഥിയുടെ മറ്റ് ചരിത്രം എന്താണ്? മാതാവിനെ പറ്റിക്കാൻ ശ്രമിച്ചവരല്ലേ ഇവർ? മാതാവിനെ ആരെങ്കിലും പറ്റിക്കാൻ ശ്രമിക്കുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. മാതാവിനെ പറ്റിക്കാൻ ശ്രമിച്ചവർ ഇപ്പോൾ ഗോപി ആശാന് വിലയിട്ടിരിക്കുന്നു, വില പറയാൻ ശ്രമിച്ചിരിക്കുന്നു. ഇതല്ലേ കണ്ടത്? ഇത് എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം? യഥാർത്ഥത്തിൽ ഈ BJP പലതരത്തിലുള്ള ആളുകളെ കണ്ടിട്ടുണ്ട്. പക്ഷേ BJP കരുതിയത് എല്ലാ സുരേഷ് ഗോപിമാരെ പോലെ ആയിരിക്കും ഈ ഗോപി എന്ന പേരുള്ള എല്ലാവരും, ഇല്ലെങ്കിൽ എല്ലാ മലയാളികളും എന്നാണ്. അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ അല്പം മുമ്പ് ഈ വേദിയിലിരുന്ന് ഈ ചർച്ചയിൽ എൻ്റെയും ഗോപികൃഷ്ണൻ്റെയും എല്ലാം അന്തസ്സും അഭിമാനവും എല്ലാം മാർക്കിടുന്നത് കണ്ടു ശ്രീ ബി ഗോപാലകൃഷ്ണൻ. ശ്രീ ബി ഗോപാലകൃഷ്ണൻ BJP ആണ് എന്നൊരൊറ്റ കാരണത്താൽ തന്നെ ബി ഗോപാലകൃഷ്ണൻ്റെ അന്തസ്സും അഭിമാനവും എത്ര കണ്ട് ഇടിഞ്ഞതാണ് എന്ന് അദ്ദേഹം തന്നെ സ്വയം മനസ്സിലാക്കിയാൽ മതി. എന്താണ് ഇവരുടെ രീതി? നിങ്ങൾക്ക് രാഷ്ട്രീയം പറഞ്ഞ് വോട്ട് ചോദിച്ചൂടെ? നിങ്ങൾ ആളുകളെ എന്തിനാണ് ഭീഷണിപ്പെടുത്തുന്നത്? എനിക്കൊരൊറ്റ പേടിയേ ഉള്ളൂ. ഗോപാലകൃഷ്ണൻ ഈ ചർച്ചയിൽ ഉറപ്പ് തരേണ്ട ഒരേ ഒരു കാര്യം, ഗോപി ആശാൻ്റെ വീട്ടിൽ ഇനി ED പോവില്ല എന്നാണ്. ഗോപി ആശാൻ്റെ മകനെ തേടി ഇനി ED പോവില്ല എന്നാണ്. ED സാധാരണഗതിയിൽ ഇവരുടെ രീതിയും ഇവരുടെ ഒരു നിലവാരവും വെച്ച് നാളെ ഗോപി ആശാൻ്റെ വീട്ടിലേക്ക് EDയെ പറഞ്ഞയക്കും, ചിലപ്പോൾ CBI പറഞ്ഞയക്കും. അതാണ് അവരുടെ രീതി. ഇവരുടെ പോക്കറ്റിലിരിക്കുന്ന രണ്ട് ഏജൻസികൾ എന്ന നിലയിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ശരിയല്ല. നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ അഭിമാനത്തിന് ഇത് കോട്ടം തട്ടിക്കുകയാണ്. ഇപ്പോൾ ഒരു കേസ് 1996 വന്നൊരു കേസ്, ബാലാജി രാഘവൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 1996. കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചാണ് ആ കേസ് പരിഗണിച്ചത്, 5 അംഗ ബെഞ്ച്. ആ കേസിൽ ആ കോടതി, പരമോന്നത നീതിപീഠം തന്നെ ഈ പത്മ പുരസ്കാരങ്ങൾ നൽകുന്നതിലെ അതിൽ ജാഗ്രത പുലർത്തേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൺസേൺ രേഖപ്പെടുത്തുകയുണ്ടായി. ആ ജഡ്ജ്മെൻ്റ് ചില പ്രസക്ത ഭാഗങ്ങൾ ഞാൻ വായിക്കുന്നില്ല, അത് കടന്നുപോയാൽ നമുക്ക് കാണാൻ കഴിയും. അത് കോടതി ഇത്തരം ചില സാഹചര്യത്തിലാണ്, ഒരു കാരണവശാലും ഇതൊന്നും ഉണ്ടാകരുത്, രാജ്യത്തിൻ്റെ പ്രൈഡ് ഉയർത്തിപ്പിടിക്കുന്ന കാര്യമാണ് എന്ന നിലയിലാണ് കോടതി അത് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ രാജ്യം എക്കാലവും ഇത്തരം കാര്യങ്ങളിൽ പുലർത്തേണ്ടുന്ന മാന്യതയും ഔചിത്യവും ഉണ്ടല്ലോ, ആ ഔചിത്യമെല്ലാം കളയാണ്. ക്രെഡിബിലിറ്റി അല്ലേ, ഒരു രാജ്യത്തിൻ്റെ ക്രെഡിബിലിറ്റി അല്ലേ ഇവർ ഇല്ലാതാക്കുന്നത്? അപ്പോൾ മാതാവിൻ്റെ തലയിൽ ഈ പറഞ്ഞതുപോലെ മാതാവിന് സ്വർണ്ണക്കിരീടം എന്ന് പറഞ്ഞ് ചെമ്പ് കിരീടം വെച്ച് കൊടുക്കുന്ന പോലെ തൊട്ടിപ്പുറത്ത് ഗോപിയാശാന് പത്മഭൂഷൺ തരാം, ഇല്ല എങ്കിൽ ഞങ്ങൾക്ക് മാലയിട്ടില്ല എങ്കിൽ, ഞങ്ങളെ സ്വീകരിച്ചില്ല എങ്കിൽ പത്മ പുരസ്കാരം നൽകില്ല എന്ന് പറഞ്ഞ് വിലപേശുന്നു. മലയാളിയുടെ ആത്മാഭിമാനത്തെയാണ് ഇവർ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ ഗോപിയാശാനെ സല്യൂട്ട് ചെയ്യുകയാണ്, അദ്ദേഹത്തിൻ്റെ മകനെ, ആ കുടുംബത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ശരി, ശ്രീ എ റഹീം, ഇനി കാണിക്കാൻ പോകുന്ന ഈ ദൃശ്യങ്ങൾ, ശ്രീ എ റഹീം, ഗോപി ആശാൻ ഈ ആലത്തൂരിലെ LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുന്ന ദൃശ്യങ്ങളാണ്. നമുക്കതൊന്ന് കാണാം. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ നിലപാട് ഈ വിഷയത്തെ അതായത് ഇതിനെ പുറത്തു കൊണ്ടുവരുന്നതിന് കാരണമായിട്ടുണ്ടോ എന്ന കാര്യം കൂടി താങ്കൾക്ക് വിശദീകരിക്കും. ഞാൻ ആ വിഷ്വൽസ് ഒന്ന് ഇപ്പോൾ കാണിക്കാം. ജസ്റ്റ്. നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാൻ കലാമണ്ഡലം ഗോപി. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒരു അഭ്യർത്ഥനയായിട്ടാണ് ഇപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി, ദേവസ്വം മന്ത്രി K രാധാകൃഷ്ണൻ ഇത്തവണ ലോകസഭയിലേക്ക്
ആലത്തൂർ മണ്ഡപത്തിൽ നിന്ന് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ജനങ്ങളോടുള്ള പെരുമാറ്റത്തിനെ സംബന്ധിച്ചും എനിക്ക് നല്ലപോലെ ബോധ്യമുണ്ട്. ആ ബോധ്യത്തിൻ്റെ പേരിലാണ് ഇത്രയും നിങ്ങളോട് ധൈര്യസമേതം വോട്ട് അപേക്ഷിക്കുക എന്ന പേരിൽ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള, വ്യക്തിപരമായി പറയാനുള്ള ഒരു കാര്യം. അത് സന്തോഷം. ശ്രീ എ റഹീം, അതെ, അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടാണ്. ഞങ്ങൾക്ക് വലിയ അഭിമാനകരമായ ഒരു കാര്യമാണ്. ആദരണീയനായ കലാമണ്ഡലം ഗോപിയാശാൻ ഇത്തരത്തിലൊരു കാര്യം ഞങ്ങളുടെ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി അദ്ദേഹത്തിനൊരു രാഷ്ട്രീയ നിലപാടാണ്. ആ രാഷ്ട്രീയ നിലപാട് അദ്ദേഹം സ്വീകരിക്കുന്നു. വളരെ നല്ല കാര്യമാണല്ലോ. അദ്ദേഹം നിർഭയമായി ഈ കാര്യങ്ങൾ ചെയ്യുന്നു. അല്ല ശ്രീ റഹീം, ശരിയാണത്. അല്ല, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടാണ് ഞാൻ യോജിക്കുന്നത്. പക്ഷേ ഈ രാഷ്ട്രീയ നിലപാടിന്റെ പേരിൽ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ഒരു ഇടനിലക്കാരനായ ഡോക്ടർ പത്മഭൂഷൺ വാഗ്ദാനം ചെയ്തു എന്ന വിവരത്തിന്റെ അതിന്റെ ക്രെഡിബിലിറ്റിയെ ഇത് ഇല്ലാതാക്കുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതെങ്ങനെയാണ് ക്രെഡിബിലിറ്റി ഇല്ലാതാക്കുക? എങ്ങനെയാണ് ക്രെഡിബിലിറ്റി ഇല്ലാതാക്കുക? മന്ത്രി കെ രാധാകൃഷ്ണനെ പോലൊരാളെ ഗോപിയാശാൻ അഭിനന്ദിക്കുകയും തൻ്റെ അനുഭവത്തിൽ നിന്ന് ആ മനുഷ്യന് വോട്ട് രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തതും ഈ നേരത്തെ പറഞ്ഞത് തമ്മിലത് ബന്ധം. ഇനി ഈ ചർച്ചയിൽ തന്നെ കണ്ടതെന്താണ്? ഞാൻ അതിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നു. ഈ ചർച്ചയിൽ കള്ളി വെളിച്ചത്തായില്ലേ, ചെമ്പു തെളിഞ്ഞില്ലേ? ഈ കിരീടത്തിലെ ചെമ്പു തെളിഞ്ഞതുപോലെ ഈ ചർച്ചയിൽ ബി ഗോപാലകൃഷ്ണൻ്റെ നാവിൻ തുമ്പിലൂടെ ഈ വിഷയത്തിലെ ചെമ്പു തെളിഞ്ഞില്ലേ? എന്താ ചെമ്പ്? ഡോക്ടറുടെ പേര് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയില്ലേ? എനിക്കും നിങ്ങൾക്കും ബന്ധപ്പെടാത്തൊരു ഡോക്ടറുടെ പേര് അദ്ദേഹം വെളിപ്പെടുത്തി. താങ്കളത് വായിച്ചിട്ടില്ല, ഞാനത് വായിച്ചിട്ടില്ല, ഈ പാനലിലിരിക്കുന്ന വേറെ ആരെങ്കിലും വായിച്ചിട്ടില്ല. നമ്മുടെ ഗോപാലകൃഷ്ണൻ വായിച്ചിരിക്കുന്നു. ഗോപികൃഷ്ണൻ വായിക്കാത്തത് എങ്ങനെയാണ് ഗോപാലകൃഷ്ണൻ വായിച്ചത്? ഗോപാലകൃഷ്ണൻ്റെ ഉള്ളു പറഞ്ഞതാണ്, ചെമ്പ് തെളിഞ്ഞതാണ്. അടിമുടി ഇതെല്ലാം കുഴപ്പമാണ്, മനസ്സിലായില്ലേ? കളവിങ്ങനെ വെച്ച് മൂടി വെച്ച് നടക്കുകയാണ്, മുഖം മൂടി അഴിഞ്ഞു വീഴുകയാണ്. ജനമിത് കണ്ടില്ലേ? അപ്പോൾ ഇത് ആസൂത്രിതമായി പലരെയും ഭീഷണിപ്പെടുത്തുന്നു. ഇപ്പോൾ ഇത് മാത്രമല്ല, പല വ്യവസായികളെയും അവർ വിളിച്ചിട്ട് ആവശ്യത്തിന് പണം ചോദിക്കുന്നു, വോട്ട് ചോദിക്കുന്നു. പണമൊന്നും ഇവർക്ക് അങ്ങനെ, ഈ സാധാരണക്കാരായ ആളുകളുടെ പണമൊന്നും ഇവർക്ക് ആവശ്യമില്ല. എന്താ, വലിയ വ്യവസായികളെ വോട്ട് ചോദിക്കുന്നു, അല്ലെങ്കിൽ കൂടെ നിൽക്കണം, ഇങ്ങനെയൊക്കെ പറയുന്നു. നിന്നില്ലെങ്കിൽ ഈ പത്മഭൂഷൻ്റെ കാര്യമാണ് അവിടെ പറഞ്ഞതെങ്കിൽ മറ്റിടത്തെല്ലാം പറയുന്നത് ഇഡിയാണ്. ശരി, രാജ്യത്തിൻ്റെ അന്വേഷണ ഏജൻസികളുടെ പത്മ പുരസ്കാരത്തിൻ്റെ ഒക്കെ ക്രെഡിബിലിറ്റി കളയാണ്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവിടെ ശ്രീ എം എൻ കാരശ്ശേരി സൂചിപ്പിച്ചതുപോലെ RLDയെ സ്വന്തം പക്ഷത്തേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടി ഒരു ഭാരതരത്ന കൊടുത്തു, നരസിംഹറാവുവിന് ഭാരതരത്ന കൊടുത്തു. ജീവിച്ചിരിക്കുന്ന കോൺഗ്രസ്സുകാർക്ക് പാരിതോഷികമായി പണവും മരിച്ച കോൺഗ്രസ്സുകാർക്ക് പാരിതോഷികമായി ഭാരതരത്നയും കൊടുക്കുന്ന പാർട്ടിയായി BJP മാറി. ശരി, കോൺഗ്രസ്സുകാരെ അങ്ങനെ കിട്ടിയെന്നിരിക്കും, ക്രെഡിബിലിറ്റി ഇല്ലാത്ത വേറെ ആരെങ്കിലും അങ്ങനെ കിട്ടിയെന്നിരിക്കും. പക്ഷേ ക്രെഡിബിലിറ്റിയുള്ള, ആത്മാഭിമാനമുള്ള അസംഖ്യം മനുഷ്യരുടേതാണ് ഇപ്പോഴും ഇന്ത്യ, ഇപ്പോഴും കേരളം എന്ന് തെളിയിക്കുകയാണ് ഗോപിയാശാൻ. ആ ഗോപിയാശാനൊപ്പമാണ് ഇന്നത്തെ ഹീറോ ഗോപിയാശാനാണ്. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ഇതിനകത്ത് ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ താല്പര്യം ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഗോപിയാശാന്റെ മകന്റെ രാഷ്ട്രീയം എന്താണ്? ഇതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും ഇടനില നിന്ന് പത്മഭൂഷൺ വാഗ്ദാനം ചെയ്ത ആൾ ആരാണ് എന്ന് കണ്ടെത്തി സമൂഹത്തോട് പറയേണ്ടുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ ഉത്തരവാദിത്വവും മര്യാദയും BJPക്ക് മേലുണ്ട് എന്ന് ശ്രീ എം എൻ കാരശ്ശേരി ഈ ചർച്ചയിൽ ആവർത്തിച്ച് പറയുന്നത് താങ്കൾ കേട്ടല്ലോ. അതിനോട് എങ്ങനെ താങ്കൾ പ്രതികരിക്കും? ഇനി ഞാൻ സംസാരിക്കുന്ന സമയത്ത് മിസ്റ്റർ ഗോപിദാസ് ഇടപെടരുത്. ഗോപികൃഷ്ണൻ ഇത്രയും നേരം സംസാരിച്ചതൊക്കെ ഞാൻ കേട്ടിരുന്നല്ലോ. അതുകൊണ്ട് ഇനി ഞാൻ പറയുന്നതൊന്ന് കേട്ടിരിക്കണം. ഒന്നാമത്തെ കാര്യം ഞാൻ ചോദിക്കുകയാണ്, 3 പ്രാവശ്യം ഈ ഫേസ്ബുക്ക് പോസ്റ്റ് 3 പ്രാവശ്യം മാറ്റി എഴുതിയെന്നാണ് എനിക്ക് കിട്ടിയ വിവരം. എനിക്ക് ആദ്യം കിട്ടിയതിൽ ഈ ഡോക്ടർ മോഹൻദാസിൻ്റെ പേരുണ്ടായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ അടിസ്ഥാനപരമായ ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. എന്തുകൊണ്ടാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എന്തുകൊണ്ടാണ് ഇയാൾ പിൻവലിച്ചത്? ഗോപിയാശാനും ഗോപിയാശാൻ്റെ മകനും ഇതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടത് പോസ്റ്റ് പിൻവലിച്ചു? ഞാൻ മനസ്സിലാക്കുന്നത് ആ പോസ്റ്റ് പിൻവലിച്ചു എന്നാണ്. എന്തുകൊണ്ടാണ് ആ പോസ്റ്റ് പിൻവലിച്ചത്? അതിന് ഉത്തരം പറയാൻ ഇവർക്കൊക്കെ തീർച്ചയായിട്ടും അതിന് മറുപടി പറയേണ്ടതല്ലേ? ഈ ഗോപിയാശാൻ
മകൻ രഘുവിൻ്റെ കഴുത്തിന് പിടിച്ചിട്ടാണോ അത് ഇപ്പോൾ ഫേസ്ബുക്കിൽ ഇല്ലാത്തത്? രണ്ടാമത്തത്, ഈ ഒരു വിഷയം പത്മഭൂഷണുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സുരേഷ് ഗോപി സംസാരിക്കാനായിട്ട് ഒരാളെ ഏൽപ്പിച്ചു എന്നൊക്കെയാണല്ലോ നിങ്ങൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ്സുകാർ വരണ്ട എൻ്റെ വീട്ടിൽ എന്നെന്തിനാണ് അദ്ദേഹം പറഞ്ഞത്? അപ്പോൾ വളരെ കൃത്യമാണ് കാര്യങ്ങൾ. ഇയാൾ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, മാർക്സിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ അടിവരയിട്ട് പറയുന്നു, ഇനി ബി ജെ പി അല്ല, ഈ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ ആചാര്യനായിട്ടുള്ള, ഈ കലാപ്രതിഭയായിട്ടുള്ള ഈ ഗോപിയാശാനെ കാണാൻ പോകാൻ ഏതെങ്കിലും ഒരാളുടെ ഏതെങ്കിലും ഒരു മീഡിയേറ്ററായിട്ട് നിൽക്കണം എന്ന് ഗോപികൃഷ്ണൻ വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലും അങ്ങനെ ഒരു കാര്യമില്ല. അത് വേണമെങ്കിൽ നേരിട്ട് പോവാം. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ എന്താ വിചാരിച്ച പത്മഭൂഷൺ ഏതെങ്കിലും ഊച്ചാളി ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതനുസരിച്ചാണോ പത്മഭൂഷൺ കൊടുക്കുക? പത്മശ്രീയും പത്മഭൂഷണവും ഒക്കെ കഴിഞ്ഞ 10 വർഷമായി കൊടുത്തത് എങ്ങനെയാണെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. ആരും അറിയാത്ത ആദിവാസികൾക്ക്, ആരും അറിയാത്ത നാട്ടുവൈദ്യന്മാർക്ക്, ആരും അറിയാത്ത കലാപ്രതിഭയ്ക്ക്, നാട്ടിലെ കായലിൽ പോയി പ്ലാസ്റ്റിക് ശേഖരിക്കുന്നവർക്ക്, ഈ നാട്ടിലെ പാവപ്പെട്ടവർ, ഈ നാട്ടിലെ എന്താ പറയുക പണക്കാർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വലിയ വലിയ വൻകിട ബിസിനസ്സുകാർക്കോ അല്ലെങ്കിൽ പണം മേടിച്ചിട്ടോ ഇതൊന്നുമല്ല. ഇന്നലെ വരെ പത്മ പുരസ്കാരവും പത്മശ്രീയും പത്മഭൂഷണവും ഒക്കെ കൊടുത്ത പ്രാഞ്ചികൾക്ക് കൊടുത്ത ഗവൺമെൻറ് ആയിരുന്നു ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ പ്രാഞ്ചികൾക്കല്ല പത്മഭൂഷണും പത്മശ്രീയും കിട്ടുന്നത്, പാവപ്പെട്ടവർക്കാണ്. അത് ഇപ്പോൾ കഴിഞ്ഞ 10 വർഷമായി കിട്ടിയിട്ടുള്ള പത്മശ്രീയുമായി കിട്ടിയിട്ടുള്ള ആളുകളുടെ പേര് മിസ്റ്റർ ഗോപികൃഷ്ണൻ നിങ്ങൾ തന്നെ ഒന്ന് നോക്കിയാൽ മതി. ദിസ് ഇസ് 3rd പോയിന്റ്. ആൻഡ് 4th പോയിന്റ്, എനിക്ക് അബിൻ വർക്കിയോട് വളരെ ബഹുമാനം തോന്നുകയാണ്. അബിൻ വർക്കി മാത്രമല്ല, കാരശ്ശേരി മാഷോടും ഞാൻ ആ ബഹുമാനം വെക്കുന്നു. അവർ പറഞ്ഞു അതൊരു പരാതി കൊടുക്കണം. 100% ഞാനത് ഈ 24ൻ്റെ ഈ പ്ലാറ്റ്ഫോമിൽ വെച്ച് നിങ്ങളോട് പറയുകയാണ്, ഞങ്ങളുടെ 1ാമത്തെ പരാതി കൊടുത്തു കഴിഞ്ഞു. ഞങ്ങൾക്കിത് പരാതി കൊടുക്കേണ്ട കാര്യമില്ലാത്ത, ഞങ്ങൾ ഇതിൻ്റെ പിന്നാലെ പോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലാത്തതിൻ്റെ കാരണം ഇത് ആരെങ്കിലും വിളിച്ചപ്പോൾ, നാളെ ഞാൻ പറയുകയാണ് പിണറായി വിജയൻ്റെ സ്റ്റാഫ് എന്നെ വിളിച്ചു, എന്നിട്ട് സുനിലിനെ ജയിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് ഞാനൊരു പോസ്റ്റ് ഇട്ട് പറഞ്ഞാൽ അതൊരു വലിയ ചർച്ചയാവുമോ? എന്ത് മര്യാദ കേടാ. വാസ്തവത്തിൽ പരാതി കൊടുത്തുന്നല്ലേ താങ്കൾ പറഞ്ഞത്? ആർക്കാണ് പരാതി കൊടുത്തത്? പരാതി കൊടുത്തു എന്ന് പറഞ്ഞു അല്ലേ? ആർക്കാ കൊടുത്തത്? എന്തായിരുന്നു പരാതി? ഞാനൊന്ന് പറയട്ടെ. ഞങ്ങൾ ഇന്ന് 2 പരാതിയാണ് ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. 1ാമത്തെ പരാതി എന്ന് പറയുന്നത്, ടെവിനോ തോമസ് ഇന്ന് സുനിൽ കുമാറുമായി ഒരുമിച്ച് നിന്നൊരു ഫോട്ടോ എടുത്തു, അദ്ദേഹത്തിൻ്റെ ഏതോ സിനിമയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ. അത് ഇവരങ്ങ് ആഘോഷിച്ചു. ആ ആഘോഷിച്ചത് അപകടമാണ് എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു, എൻ്റെ പേരിട്ടിട്ടും എൻ്റെ ഫോട്ടോ ഇട്ടിട്ടും ഒരു കാരണവശാലും ആരും ഒന്നും കൊടുക്കരുത്. തൃശ്ശൂരിലെ എല്ലാ ഫേസ്ബുക്കിലും ടൊവിനോ തോമസ് സുനിൽകുമാറിനെ ആശീർവദിച്ചു, അനുഗ്രഹിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോസ്റ്റ് കിടക്കുന്നത്. അത് ഒരു കാരണവശാലും എൻ്റെ പേര് വെച്ച് കൊടുക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ട് കളക്ടർക്ക് പരാതി കൊടുത്തു. ഈ പരാതി വളരെ വൈകിയാണ് ഈ വിഷയത്തെ പറ്റിയിട്ടുള്ള എന്താണ് നിജസ്ഥിതി എന്നുള്ളത്. കാരണം അദ്ദേഹം തിരക്കിലായിരുന്നു. അപ്പോൾ ഈ വിഷയത്തിൽ ഈ പത്രത്തിൽ വരുന്ന വാർത്ത മാത്രം പോരല്ലോ, നേരിട്ട് കണ്ട് സംസാരിക്കാൻ എന്താണ് എന്നുള്ളത് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ വളരെ ആസൂത്രിതമായി, ഇപ്പം എന്താ മാതാവിനെ പറ്റിച്ചു, മാതാവിന് ചെമ്പ് കൊടുത്തു. മിസ്റ്റർ ഗോപികൃഷ്ണൻ, താങ്കളുടെ ലേഖകർ ഇവിടെ ഇല്ലേ? ഈ സുരേഷ് ഗോപിയുടെ ഇതും ഈ കിരീടമുണ്ടാക്കിയിട്ടുള്ള ആ വർക്ക് ചെയ്തയാൾ അദ്ദേഹം പരസ്യമായി പറഞ്ഞല്ലോ, അതിനകത്ത് 6 പവനോ മറ്റോ ആണ് ഉള്ളത്. ആ 6 പവനുള്ളതാണ് കൊടുത്തത്. ഇത് മുഴുവൻ സ്വർണ്ണമാണ്, ഇത് മുഴുവൻ സ്വർണ്ണമായിട്ട് ഞങ്ങൾ കൊടുക്കുകയാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞോ? സുരേഷ് ഗോപി പള്ളിക്കാരോട് പറഞ്ഞോ? സുരേഷ് ഗോപി ആരോടെങ്കിലും പറഞ്ഞോ? മനുഷ്യൻ ഇങ്ങനെ കൊല്ലുന്നത് നിങ്ങൾ ഭയം കൊണ്ടാണ്. അല്ല, ഞാൻ ചോദിച്ച ചോദ്യത്തിന് താങ്കൾ മറുപടി പറഞ്ഞില്ല. ഈ സുരേഷ് ഗോപി വിഷയത്തിൽ നിങ്ങൾ പരാതിപ്പെട്ടിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. ഇപ്പൊ സുനിൽകുമാറിന്റെ കാര്യം താങ്കൾ പറഞ്ഞു, അത് ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിലുണ്ട്. സുനിൽകുമാർ ആ ഫോട്ടോ പിൻവലിച്ചു. ടൊവിനോ പരാതി ഉന്നയിച്ചു, സുനിൽകുമാർ ഫോട്ടോ പിൻവലിച്ചു. ഈ കേസിൽ നിങ്ങൾ പരാതിപ്പെട്ടിട്ടുണ്ടോ? ആരോട്? അതാ പറഞ്ഞു വരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നു, ഇന്ന് കളക്ടർക്ക് ഈ വിഷയത്തിൽ ആദ്യത്തെ പരാതി ഞങ്ങൾ ഈ ടൊവിനോ തോമസിൻ്റെ വിഷയത്തിൽ കൊടുത്തു. രണ്ടാമത് പോലീസിൽ പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് പരാതി തയ്യാറാക്കി എല്ലാം ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ ചർച്ചയിലേക്ക് പോകുന്നത്.
ഞാനിപ്പോൾ 24-ൻ്റെ പ്ലാറ്റ്ഫോമിൽ പറയുന്നു, ഇന്ന് രാത്രി തന്നെ ഞാൻ പോയി അത് കൺഫേം ചെയ്യാം. നാളെ രാവിലെ 10 മണിക്ക് മുമ്പ് നിങ്ങളുടെ TV അവതാരകർ ഈ 24-ൻ്റെ ആൾക്കാർ വന്നോട്ടെ, പരാതിയും പരാതിയുടെ കോപ്പിയും ഞാൻ കാണിച്ചു തരാം. പരാതി നേരിട്ട് ബി ഗോപാലകൃഷ്ണൻ, BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ഗോപാലകൃഷ്ണൻ, ഇതുമായി ബന്ധപ്പെട്ട മുണ്ടൂരാണ് അദ്ദേഹം താമസിക്കുന്നത്. അതുകൊണ്ട് പേരാമംഗലം പോലീസ് സ്റ്റേഷനിലും തൃശ്ശൂരിലെ പ്രധാനപ്പെട്ട കമ്മീഷണർക്കും അതുപോലെ തന്നെ കളക്ടർക്കും ഈ പരാതി ഞങ്ങൾ കൊടുത്തിരിക്കും. ആ പരാതിയുടെ ഉള്ളടക്കം ഈ ഇടനില നിന്ന് പറഞ്ഞ ആൾ ആരാണ് എന്ന് കണ്ടുപിടിച്ച് കൊണ്ടുവരണം എന്നുള്ളതല്ലേ ആ പരാതിയുടെ ഉള്ളടക്കം, അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും ഞങ്ങൾ പരാതി കൊടുക്കുന്നത് രഘുവിനെ ക്വസ്റ്റ്യൻ ചെയ്യണം. രഘുവിനോട് ചോദിക്കണം, ആരാണ് നിങ്ങളെ വിളിച്ചത്, ആ ഫോൺ നമ്പർ ഏതാണ്, ഏത് ഫോണിൽ നിന്നാണ് വിളിച്ചത്, ആരാണ് ഈ ഡോക്ടർ, എവിടെ നിന്നാണ് വിളിച്ചത്, രഘു അത് പറയണം. രഘുവിനെ ചോദ്യം ചെയ്യണം. ഞങ്ങളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരാളാണെങ്കിൽ ഇത് ഈ പ്ലാറ്റ്ഫോമിലല്ലേ പറയുന്നത്, ഭാരതീയ ജനതാ പാർട്ടിക്കോ സുരേഷ് ഗോപിക്കോ ഇതുമായിട്ട് അറിയ പോലുമില്ല. അപ്പോൾ ആരാണ് എന്ന് പറയേണ്ട ചുമതലക്കാരൻ പോസ്റ്റ് പിൻവലിച്ചിട്ട് ഓടി രക്ഷപ്പെട്ടു. പോസ്റ്റ് പിൻവലിക്കാൻ പാടില്ല. അയാൾ അന്തസ്സും അഭിമാനവും ഉള്ള ഒരാളാണെങ്കിൽ ഞാനൊരു കാര്യം ഞാനൊന്ന് തീർത്തോട്ടെ. ഞാൻ അയാൾ പിന്നോക്കം പോയോ അയാൾ പിന്നോക്കം പോയില്ല, അതൊന്നും എൻ്റെ വിഷയമല്ല. ഞാനൊരൊറ്റ കാര്യം പറയുള്ളൂ, ഭാരതീയ ജനതാ പാർട്ടി പത്മശ്രീയും പത്മഭൂഷണും ആർക്കും ഏതെങ്കിലും തരത്തിൽ കൊടുക്കാവുന്ന തരത്തിലുള്ള പാർട്ടിയല്ല. ഇന്ന് വരെ കഴിഞ്ഞ 10 വർഷമായി ഞങ്ങൾ കൊടുത്തിട്ടുള്ള പത്മശ്രീ പത്മഭൂഷണും ഒക്കെ നിങ്ങൾ നോക്കിക്കോളൂ. ശരി ശരി, ഞാനൊരു ചെറിയ ഇടവേള എടുക്കുന്നു. ശ്രീ അബിൻ വർക്കിയിലേക്ക് ഞാൻ വരും. താങ്കൾ ഭാഗം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ഇടവേള, ഞാൻ തിരിച്ചു വരും. ഒരു മിനിറ്റ് പറയൂ. ഒരു വാക്ക് പെട്ടെന്ന് സമയമായി, അതുകൊണ്ടാണ് വളരെ കൃത്യമായി പറയുന്നു. നാളെ രാവിലെ 10 മണിക്ക് മുമ്പ് പരാതി കൊടുക്കുമ്പോൾ 24 ആ പരാതി ജനങ്ങളെ കാണിക്കണം. അതിനുള്ള മര്യാദ നിങ്ങൾ കാണിക്കണം. ഞങ്ങൾ വാർത്ത നിങ്ങൾ എവിടെ സൃഷ്ടിച്ചാലും അതിനുള്ള മര്യാദ ഞങ്ങൾ കാണിച്ചിട്ടുമുണ്ട്, ഇനിയും കാണിക്കും. ഇടവേളയിലേക്ക് പോകും മുൻപ് ശ്രീ ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞിരുന്നു, ഈ പോസ്റ്റ് ഇട്ട കലാമണ്ഡലം ഗോപിയാശന്റെ മകൻ രഘു ആ പോസ്റ്റ് പിൻവലിച്ച് ഓടിപ്പോയി എന്ന്. ശ്രീ ബി ഗോപാലകൃഷ്ണൻ അദ്ദേഹം അതിനൊരു വിശദീകരണം നൽകിക്കൊണ്ടൊരു പോസ്റ്റും ഇട്ടിട്ടുണ്ട്. ഇന്നലെ ഞാനിട്ട പോസ്റ്റ് എല്ലാവരും ചർച്ചയാക്കിയിരുന്നു. സ്നേഹം കൊണ്ട് ചൂഷണം ചെയ്യരുത് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. ഈ ചർച്ച അവസാനിപ്പിക്കാം, നന്ദി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇട്ടിട്ടുണ്ട്. അബിൻ വർക്കി, താങ്കളുടെ സമയം വളരെ വേഗം. അതായത് ഈ പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിൻ്റ് എന്ന സിനിമയിൽ ഈ പത്മശ്രീ ഉണ്ടോ, പത്മശ്രീ വേണോ എന്നൊക്കെ ചോദിച്ച് തൃശ്ശൂരിലെ തന്നെ പലരെയും വിളിക്കുന്ന ഹാസ്യേനുള്ള ചില ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. എന്ന് പറഞ്ഞതുപോലെ അതിനകത്തൊരു അജയ് നമ്പ്യാർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്, ബാലേന്ദ്രൻ ചുള്ളിക്കാട് അവതരിപ്പിച്ച, ഈ പത്മശ്രീക്ക് വേണ്ടി ഇടനില നിൽക്കുന്നയാൾ. അങ്ങനെ ചില അജയ് നമ്പ്യാരന്മാരെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വരണം, അത് അന്വേഷണം വിധേയമാക്കണം, അത് കൃത്യമായ അന്വേഷണം നടക്കണമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കൊരു തർക്കവുമില്ല. ആ അന്വേഷണം വേണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. പിന്നെ ഇവിടെ ശ്രീ എ റഹീം ഇവിടെ ഏതോ ക്രെഡിബിലിറ്റിയെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. ശ്രീ എ റഹീം, ഇവിടെ ഈ വൈദേഹം എന്ന് പറയുന്ന ഒരു റിസോർട്ട് ഉണ്ടായിരുന്നു കണ്ണൂരിൽ. ആ വൈദേഹം റിസോർട്ടിനെതിരെ ഒരു ED അന്വേഷണം പ്രഖ്യാപിച്ചു. ഈ വൈദേഹം റിസോർട്ടിന്റെ ഒരു പാർട്ണർ എന്ന് പറഞ്ഞാൽ LDFന്റെ കൺവീനർ EP ജയരാജന്റെ മറ്റൊരു പാർട്ണർ ഞാൻ അല്ല. അതെന്താ അറിയോ ശ്രീ അബിൻ വർക്കി, നമ്മൾ അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്താണ്. ആ വിഷയത്തിലേക്ക് പോയാൽ പിന്നെ ഞാൻ സ്വാഭാവികമായും റഹീമിന് അതിന് മറുപടി പറയാൻ സമയം കൊടുക്കേണ്ടി വരും. കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അല്ല അത് ശരി, അല്ല ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് പോയാൽ പിന്നെ നമ്മൾ അതിന്റെ മെറിറ്റ് എല്ലാം ചർച്ച ചെയ്യേണ്ടി ഞാൻ ഈ വിഷയത്തിലാണ് നിൽക്കുന്നത്. ആ അല്ല, മെറിറ്റ് ചർച്ച ചെയ്തോട്ടെ. പരാമർശം ശ്രീ എ റഹീം നടത്തി. അല്ല, ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചോളാം ഗോപികൃഷ്ണൻ. എനിക്ക് അവസാനിക്കാനും പോകുന്നതല്ല, നാളെയൊക്കെ നമ്മൾ ചർച്ച അല്ല. ഞാൻ പറഞ്ഞത് ഇതേ വിഷയം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തതാണ്. എനിക്ക് പൂർത്തീകരിക്കാൻ ഒരു അവസരം, പൂർത്തീകരിക്കാനുള്ള ഒരു ചെറിയ അവസരം. ഒരു മിനിറ്റ്, എന്റെ സമയത്ത് ആകെ 1 മിനിറ്റാണ് എനിക്ക് ഇന്ന് ആദ്യത്തെ റൗണ്ടിൽ എനിക്ക് അവസരത്തിൽ 1 മിനിറ്റ് പോലും നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യം ക്രെഡിബിലിറ്റി ഇല്ലാത്ത കോൺഗ്രസ്സുകാരെന്ന എ റഹീമിന്റെ പ്രസ്താവനയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. വൈദേഹം റിസോർട്ട് എന്ന് പറയുന്ന EP ജയരാജന്റെ ഉടമസ്ഥതയിലുള്ള ഒരു റിസോർട്ട് ഉണ്ടായിരുന്നു.
ആ റിസോർട്ടിന്റെ ഒരു പാർട്ണർ എൻ്റെ നാട്ടുകാരനായ ഒരു കള്ളുകച്ചവടക്കാരനായിരുന്നു. ഇവർക്കൊക്കെ എതിരെ ED അന്വേഷണം വന്നു. ED അന്വേഷണം വന്നപ്പോൾ ഉടൻ തന്നെ ആ റിസോർട്ട് വിൽക്കാൻ തീരുമാനിച്ചു. ആർക്കാണ് വിൽക്കാൻ തീരുമാനിച്ചത്? രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയുടെ ഉടമസ്ഥയിലുള്ള നിരാമയ ഗ്രൂപ്പിന് വിൽക്കാൻ തീരുമാനിക്കുന്നു. മുഴുവൻ ഷെയറും വിൽക്കുന്നില്ല. ഇപ്പോഴും EP ജയരാജന്റെ മക്കളും രാജീവ് ചന്ദ്രശേഖറും ബിസിനസ് പാർട്ട്നേഴ്സ് ആണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ EP ജയരാജൻ കഴിഞ്ഞ ദിവസം ചില മികച്ച സ്ഥാനാർത്ഥികൾ BJPക്ക് ഉണ്ടെന്ന് പറഞ്ഞു. കാരശ്ശേരി മാഷ് കമന്റ്. ക്ഷമിക്കണം റഹീം, സമയം കഴിഞ്ഞു. കാരശ്ശേരി മാഷ്, ആ വിഷയം നമ്മൾ ചർച്ച ചെയ്താണ്. കാരശ്ശേരി മാഷ് ഒരു മിനിറ്റ്. അല്ല, എനിക്ക് സമയം തരണം. കാരശ്ശേരി മാഷ്, അല്ല ഗോപികൃഷ്ണൻ, എനിക്ക് സമയം തരണം. അതൊരു വിഷയമല്ല, ആ വിഷയം ചർച്ച ചെയ്ത് കഴിഞ്ഞാണ് റഹീം. കാരശ്ശേരി മാഷ് എവിടെയാ റിസോർട്ട് ഉള്ളത്? അനാവശ്യം പറയരുത്. ഇതുമായി യാതൊരു ബന്ധവുമില്ലാത്തൊരു കാര്യം ഇതിലേക്ക് വലിച്ചടിച്ചു. വിവരക്കേടാണ് വിളിച്ചത്. എല്ലാവരും ദയവായി കാരശ്ശേരി മാഷിനെ പറയാനൊന്ന് അനുവദിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു ഈ വൈദികം നിരാമയ റിസോർട്ടുകളുമായി ബന്ധപ്പെട്ട വിഷയം ഇന്നത്തെ ചർച്ചാ വിഷയമല്ല. അത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. അതിന്മേലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ നടന്നു കഴിഞ്ഞതാണ്. കാരശ്ശേരി മാഷെ, താങ്കൾ പറയൂ. മാഷെ പറയൂ. മാഷ് പറയൂ. പത്മ പുരസ്കാരം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രം ഒരു വ്യക്തിയെ അദ്ദേഹത്തിന്റെ സംഭാവനകളുടെ പേരിൽ ആദരിക്കുന്നതാണ്. അതൊരു പാർട്ടിയുടെയോ ഒരു ഗവൺമെന്റിന്റെയോ ആദരമല്ല, ഒരു രാഷ്ട്രത്തിന്റെ ആദരമാണ്. ആ ആദര പ്രകടനത്തെ ഈ അളവിൽ ഒരു രാഷ്ട്രീയ ആയുധമാക്കുന്നതിനെതിരായിട്ടുള്ള ഒരു നിലപാട്, അതിനെപ്പറ്റി അന്വേഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് B. ഗോപാലകൃഷ്ണൻ ഈ ചർച്ചയുടെ മുമ്പാകെ ഏറ്റുപറഞ്ഞു എന്നുള്ളത് ഈ ചർച്ചയുടെ വലിയ നേട്ടമാണ്. അതിന്റെ ഫലം എന്താണ് എന്ന് കാത്തിരിക്കാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. ഇങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ ശ്രീ B. ഗോപാലകൃഷ്ണനെ ഞാൻ അനുമോദിക്കുന്നു. ശരി, ഏതായാലും ഇത് പരാതിയാകുന്നു, അതിന്റെ അന്വേഷണത്തിലേക്ക് പോകുന്നു. ആരാണ് ഇടനില നിന്ന് പത്മഭൂഷൺ പത്മ പുരസ്കാരങ്ങൾ വാഗ്ദാനം ചെയ്തത്? ആ കള്ളി വെളിച്ചത്ത് കൊണ്ടുവരാൻ BJP തന്നെ മുൻകൈ എടുക്കുമെന്നാണ് ശ്രീ B. ഗോപാലകൃഷ്ണൻ, BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, ഈ ചർച്ചയിൽ നൽകിയ ഉറപ്പ്. അത് ഏത് നിലയിലാണ് മുന്നോട്ട് പോവുക എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഇനി കൂരായണമാണ് പ്രേക്ഷകർ കാണാൻ പോകുന്നത്. എൻകൗണ്ടർ മറ്റൊരു വിഷയമായി നാളെ ഇതേ സമയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.